teaching career. Improving teaching career. Yeah, I think the messages you are giving to us. Okay. Your career. And you want to improve your career. Then, yes. Anybody? Yes. Anybody else? ഇത് പോരാ, എല്ലാവരും വാ തുറക്കണം, അത്യാവശ്യമാണ്. കാരണം ഇതൊരു നമ്മളൊരു ടീച്ചർ പ്രൊഫഷനിലേക്കാണ് നിൽക്കുന്നത്, അല്ലാതെ നമ്മളൊരു മറ്റൊന്നുമല്ല, ടീച്ചിങ് പ്രൊഫഷനാണ്. ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ്, വേറെ ഒരു പണിയില്ല, സംസാരിക്കുന്നു. ഇനി എന്ത് പ്രാക്ടിക്കലായാലും ഏത് പറയുന്ന മെത്തഡോളജി ആയാലും സംസാരം ഒരു പ്രധാന ഘടകം. നമുക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്ന സ്ഥാനത്തിന് അങ്ങ് എടുത്തു കളയുക. അതാണ് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ആം റെഡി ടു ഗോ വിത്ത് ദാറ്റ് ഏരിയ ആൾസോ. ഇങ്ങനെ പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവുമല്ലോ. ഓക്കെ, എനിത്തിങ് എൽസ്? So we want to remove that stage fear and we want that communication ability. We want to face others with a confidence. Okay. Sharina, actually the confidence is there. That is why he has come forward and talked to us. Already there. Only to experience it many times. That is the only thing Sharon should possess. Okay? Nothing to worry, because you should already possess the ability to come forward. But sir, when I talk to anyone, that my heartbeat will increase. That's the main problem. That is, you are a human being, that is why. Because I too sometimes. Why it is so? Because the content is so less with us. That is content. We should increase the content by reading more, chatting more. That's ഏറ്റവും പ്രധാനം. Reading more, chatting more. Read on the only reading, never do anything unless until we are not ready to share with the other people. Then only we can get the feedback. Now, when I started at the first time, Amino Miss told me that, sir, it is very difficult to me to hear you. Then that feedback really helped me to increase my volume. Otherwise, I just go with the same level. Clear? Yes, sir. Amino Miss പറഞ്ഞു കേൾക്കാൻ വയ്യ, അപ്പൊ ഞാൻ ഇൻക്രീസ് ചെയ്തു. അതാണ് എന്റെ റെമഡി. പറഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടായാലും ഷെയർ ചെയ്യുക. തിങ്ക്, പെയർ, ഷെയർ. ഇതാണ് ആദ്യത്തെ ഫോർമുല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തിങ്ക്, എന്നിട്ട് വേറൊരാളോട് ഷെയർ ചെയ്യുക, എന്നിട്ട് സമൂഹത്തേക്ക് ഷെയർ ചെയ്യുക. ഇതാണ് ടീച്ചിങ് മെത്തഡോളജിയുടെ ബേസിക് ഫിലോസഫി. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് അത് തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നോ യൂസ്. കാരണം എന്താണ്? അവർ മെഷീൻ മാത്രമായി കഴിഞ്ഞു. അത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ചിലർക്ക് പഠിത്തം നിർത്തിയിട്ടുണ്ട്, ചിലർക്ക് മാർക്ക് കുറവാണ്, ചിലർക്ക് ഹയർ മാർക്കാണ്. ജീവിതത്തിൽ വന്ന പല കാര്യങ്ങൾ കൊണ്ടും പലതും നിർത്തിവെക്കും, പിന്നെയും തുടങ്ങും. ഇതൊക്കെ വരാനുള്ള കാരണം ഇതാണ്. വ്യക്തമായ അറിവ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നില്ല. കാരണം we 100% depend on the book and the notes and examination. അവിടെ കഴിവിനെ വിട്ടുപോകും. അതുകൊണ്ട് വന്ന കുഴപ്പമാണ് ഷെറിൻ പറഞ്ഞത്. പക്ഷെ ഷെറിൻ ഈസ് ഗുഡ്, ഡൂയിങ് വെൽ. എനിബഡി? എളുപ്പം പറയാം. Hello, sir. Yes, good. Come. Students, you can ask Malayalam also, no problem. Okay, because അവർക്ക് ഇംഗ്ലീഷ് മാത്രം ചോദിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ കരുതലോട് പറയുന്നത്. കാരണം ഇങ്ങനെ സംസാരിച്ചാൽ മതി. ഇത്രയും നമുക്ക് ഇംഗ്ലീഷ് സത്യം പറഞ്ഞാൽ നമുക്ക് മലയാളം അറിയില്ലെന്ന് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് പിന്നെ അറിയാം. കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കുമ്പോ അവർക്ക് കാരണം ഇംഗ്ലീഷില് മിസ്റ്റേക്ക് വരുമെന്നുള്ളതുകൊണ്ടേ ചിലർ ചോദിക്കാതെ ഇംഗ്ലീഷ്
അതെ അല്ല മാമിനെ മിസ് അത് അതെ അതെ കറക്റ്റ് ചെയ്യാനാണ് yes. നമ്മൾ അപ്പൊ ഇംഗ്ലീഷ് ചോദിക്ക yes, yes. ഇംഗ്ലീഷോ മലയാളത്തിലോ അതെ അപ്പൊ ചോദിക്കും. ഇംഗ്ലീഷ് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ ഗുഡ്. ഇപ്പൊ റുബീനെ അതുപോലെ ഷിറീനൊക്കെ Yes. ചോദിച്ചു നല്ലത്. ഐ എം ഹാപ്പി. ബട്ട് അതിന് വേണം നിർബന്ധമില്ല, മലയാളത്തിന് ചോദിക്കാം. ഓക്കെ, കാരണം പലർക്കും കോൺഫിഡൻസ് കുറവുണ്ടാവും, തെറ്റിയായി അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ ചോദിച്ചോളൂ. ഇല്ല മാമിനെ മലയാളത്തിൽ മിസ് കോൺഫിഡന്റ് ആയിട്ട് നമ്മളെല്ലാം മലയാളത്തിൽ പല ചോദിക്കാം. പ്രാവശ്യം വീണിട്ടാ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു, പല പ്രാവശ്യം അതെ തെറ്റിട്ട അമ്മയെന്ന് വിളിക്കാൻ പഠിച്ചു. അങ്ങനെ തെറ്റാത്ത yes. എങ്ങനെ അവര് പഠിക്കുന്നേ? തെറ്റണം, തെറ്റിയെങ്കിലേ Okay. പഠിക്കാൻ പറ്റൂ. അതെ, അപ്പൊ അതല്ലേ മലയാളം ഒന്ന് വേണമെങ്കിൽ രണ്ടും മിക്സ് ആയിട്ട് അങ്ങനെ മലയാളം എനി ലാംഗ്വേജ് യു ക്യാൻ യൂസ്, നോ പ്രോബ്ലം. എനി ലാംഗ്വേജ് അല്ല, മലയാളം ഓർ ഇംഗ്ലീഷ്. അയ്യോ എനിക്കത് രണ്ടേ അറിയുള്ളൂ, ബാക്കിയൊന്നും എനിക്കറിയില്ല. അത് ഓക്കെ പ്രശ്നമാണ്. ഓക്കെ ഓക്കെ എനി ലാംഗ്വേജ് ഡിഫിക്കൽട്ട്, സോറി. ഓക്കെ, ഓക്കെ നമുക്ക് എന്നാ തുടങ്ങിക്കളെ. ഇനി ഇടയ്ക്ക് ചോദിക്കാൻ കേട്ടോ, എപ്പോഴാണോ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് തോന്നുക അന്നേരം ചോദിക്കാം, വെച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, കാണാമല്ലോ, എല്ലാവർക്കും കാണാമല്ലോ അത് അല്ലേ? നമ്മൾ തുടങ്ങാൻ പോകുന്നു. നമ്മളിത് ഇങ്ങനെയാണ് പേരിട്ടേക്കുന്നത്, ചലഞ്ചിങ് റോൾ ഓഫ് ടീച്ചേഴ്സ് 21st സെഞ്ചുറി. ഒരുപാട് വ്യത്യാസമുണ്ട് 21st സെഞ്ചുറി. എന്താ നിങ്ങളെല്ലാം തന്നെ 20 വയസ്സ് മുകളിലുള്ളവരാണല്ലോ എല്ലാം. അതിന് താഴെയുള്ളവരുണ്ടോ? ഉണ്ടോ? 20 വയസ്സ് കുറവുള്ളവര് ഒന്നുമില്ല. അപ്പൊ എല്ലാരും 20ാം നൂറ്റാണ്ടിലെ ആൾക്കാരാണ് നമ്മളെല്ലാം അല്ലെ? ഞങ്ങളും എന്തായാലും നിങ്ങളുടെ വീടായി അതുപോലെ. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന 21ാം നൂറ്റാണ്ടിലെ കുട്ടികളെ. ഈ ഒരു വ്യത്യാസം അവിടെയാണ് നമ്മൾ എങ്ങനെയാണ് സാധിച്ചത്. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് ചലഞ്ച്, എന്തെല്ലാം സ്കില്ലാണ് എനിക്ക്, വാട്ട് ആർ ദി സ്കിൽ റിക്വയർഡ്, ഹൗ ഡു ഐ ലേൺ ദി സ്കിൽ, അതുകൊണ്ട് പിന്നെ ഹൗ ഡു ഐ അസസ് മൈ സ്കിൽ, എന്റെ അസസ് ഞാൻ തന്നെ എങ്ങനെ അളക്കും, അതും പറയും. ഇതിനകത്ത് 2 കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷനും കൊളാബറേഷൻ. എന്താണ് ചലഞ്ച്? ഇത് നിങ്ങളുടെ മാത്രം എല്ലാ കുട്ടികൾ ചോദിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ, ഇത് പഠിച്ചാൽ എനിക്ക് വല്ല ജോലി കിട്ടും. നിങ്ങളും ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ, ഈ കണക്കെല്ലാം ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ, എനിക്ക് എന്തുകൊണ്ടുണ്ട്. അപ്പോൾ പഠിപ്പിക്കുന്നതിനെ പ്രാക്ടിക്കലാക്കാനുള്ള കഴിവ് അത് മോണ്ടിസോറി സിസ്റ്റത്തെ നല്ലപോലുണ്ട്. പല ഉപകരണങ്ങളും അത് കൃത്രിമമായി ഉണ്ടാക്കിയാണെങ്കിൽ തന്നെയും അതിനോട് അനുബന്ധിച്ചുള്ള ഉപകരണങ്ങൾ ജീവിതത്തിലുണ്ടല്ലോ. The real thing is already there. What is your responsibility is from the class, what is artificial things you are using, you must connect with the actual thing in your life. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് ഈ ചോദ്യത്തിന് ഉത്തരവാകുന്നത്. എന്താണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം? എന്താണ്? എങ്ങനെയാണ് ടീച്ചേഴ്സ് have to work on how to bring the knowledge in real time. ചില സിനിമയിലേക്ക് കണ്ടിട്ടില്ല, ശ്രീനിവാസനൊക്കെ പറയുന്നത് എക്കണോമിക്സ് പഠിച്ച് ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഉപയോഗിക്കണ്ടേ. അപ്പൊ അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കാൻ വരുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പരാജയം, അത് വരണം. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് നിങ്ങൾ പറഞ്ഞാണ്. എന്താ നിങ്ങൾ ചലഞ്ച്? എന്താണ്? എഫക്റ്റീവ്നെസ്. എന്തൊക്കെ സ്കില്ലാണ് എനിക്ക് വേണ്ടതെന്ന് തിരിച്ചറിയും. ആരാണ് ഇത് വായിക്കുന്നത്? ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് വായിക്കുകയും വേണം. എളുപ്പമാട്ടെ, ഒരാളങ്ങ് തയ്യാറാകുക. ആരെങ്കിലും ഇതിനകത്ത് കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് മൊബൈലിനകത്ത്? ഓക്കെ, ഷമീന, വെരി ഗുഡ്. ഓക്കെ ഷമീന, ഷമീമ, ഓക്കെ. Who is Yashila or Shamina? Shamima, who is going to read? Sir, I can do it. Shamshila, okay. Jamshila, Yes, Jamshila, okay. Go ahead. Yes, sir. Effective teacher. The effective teacher understands that there are core skills and knowledge that have to be learned. That makes success in the 21st century. Okay.
നമുക്ക് അത്യാവശ്യം വേണ്ട സ്കിൽ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അതാണ് ഒരു എഫക്റ്റീവ് ടീച്ചർ. ആ സ്കില്ല് കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എന്താണ് മനസ്സിലാക്കേണ്ടത്? Every human being teacher should possess an unlimited potential for successful teaching. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ for successful teaching. 39 വർഷത്തെ ടീച്ചേഴ്സുമായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓരോ ടീച്ചേഴ്സിനും ഉണ്ട് ഈ കഴിവ്. പിന്നെ കഴിവില്ലാത്ത ടീച്ചേഴ്സ് ഒന്നും തന്നെ നോ ടീച്ചർ without any talent, but it is different areas sometimes. ആ സംസാരം ഒഴിവാക്കണം. സംസാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മൈക്ക് ഓഫ് ആക്കണം. സംസാരിക്കുന്നവർ മാത്രം ഒന്ന് മൈക്ക് ഓൺ അന്നേരം മാത്രം അത് നിങ്ങൾ അങ്ങ് ചെയ്തോണ്ടാവും. എവരിബഡി ഷുഡ് പൊസസ് അൺലിമിറ്റഡ് പവർ. വാട്ട് ഈസ് അൺലിമിറ്റഡ് പവർ? നിങ്ങളുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാമല്ലോ. തലയ്ക്കകത്ത് എന്താ ഉള്ളത്? ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും അല്ല, പിന്നെ എന്താ ഉള്ളത്? ഹെഡ് ടോപ്പ്. അത് നോക്കിയാൽ എന്താണെന്ന്. God does give us a super computer brain. It is super computer, that is brain. അതിന് പൈസ വല്ലതും കൊടുക്കണോ? അതിന് desktop. ഈ ദൈവം തന്ന സൂപ്പർ കമ്പ്യൂട്ടർ വല്ല പൈസയും കൊടുക്കണോ? പൈസ കൊടുക്കണോ? യെസ്. എന്നിട്ടാണ് നമ്മൾ പറയാതെ എനിക്കത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല. ഇത്രയും വലിയ സാധനം ചുമന്നുകൊണ്ട് നടക്കാണ്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? എന്തായാലും 20 വർഷത്തിൽ കൂടുതലായി പണിയുന്നുണ്ട്. അത് ഇതുവരെ തിരിച്ചറിയില്ല. അപ്പൊ നമ്മൾ ദൈവത്തോടും ചെയ്യുന്നത് കള്ളത്തരമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാനെങ്ങനെ പറയുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന നമ്മുടെ കംപ്ലീറ്റ് കഴിവിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മുടെ ആരുടെയൊക്കെയോ മൈക്കുകൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഞാൻ എൻ്റെ മ്യൂട്ട് ചെയ്യാൻ പോയാൽ എൻ്റെ സമയം പോകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ സാധാരണ ഒരു കമ്പ്യൂട്ടറിന് എത്ര GB കാണും? ഇത് എൻഡ്ലെസ് സ്പേസ്, ദാറ്റ് ഈസ് ട്രിഗാബൈറ്റ്. നമ്മുടെ ബ്രെയിൻ അത്രയും മെമ്മറിയും അത്രയും കഴിവുള്ള നമ്മുടെ ബ്രെയിൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഞാൻ മറന്നു പോകുന്നു, എനിക്ക് എന്നെ കമ്മ്യൂണിക്കേഷൻ പറ്റുന്നില്ല, ആൾക്കാരെ കാണുമ്പോൾ. ഇത്രയും വലിയൊരു സാധനം കയ്യിലുണ്ട്. ഇതിനെ ഉപയോഗിക്കാൻ പഠിപ്പിക്കലാണ് ഏറ്റവും പ്രധാനം. കുട്ടികൾക്ക് ഇതല്ല. നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റീവ് തിങ്കിങ്ങും കമ്മ്യൂണിക്കേഷൻ അതുപോലെ കോർഡിനേഷൻസും എല്ലാം നമ്മൾ ആവശ്യമാണ്. ഇതെല്ലാം അവിടെ ചെയ്യണം. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഹെഡ് ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പും അല്ല, ഡെസ്ക്ടോപ്പും അല്ല. അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. ഇതിന് പരിമിതി പോലും ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അത്രയും വലിയൊരു സാധനമാണ് നമ്മൾ തലയിൽ വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വി ഷുഡ് പൊസസ് a large computer, a super computer, maybe super computer which possess endless space. അത്രയുള്ള ഒരു കമ്പ്യൂട്ടർ കൊണ്ട് നമ്മൾ തുടങ്ങും. ഇനി നോക്ക്, ദേവദാസ് ടാഗോർ പറഞ്ഞെന്താണ്? Don't limit a child to your own need. നമ്മുടെ പഠനം വെച്ച് കുട്ടികളെ അളക്കരുത്. For he was born in another's time. ഞാൻ തുടങ്ങിയെടുത്തതാ പറഞ്ഞു. നമ്മളെപ്പോഴും നമ്മുടെ പഠനം വെച്ചല്ല, ഇതല്ലേ അല്ലേ അവന് പഠിക്കേണ്ടത്, ഇത് മാത്രമല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്, അങ്ങനെ എന്താ അളക്കണം? നമ്മൾ അളക്കേണ്ടത് എന്താണ്? നമ്മളിൽ നിന്ന് വ്യത്യസ്തമായാണ് അവൻ ജനിച്ചത് തന്നെ. ആ ഏജിലുള്ള കാര്യങ്ങളെല്ലാം അവന് നല്ലവനറിയാം. നിങ്ങൾ ആരെങ്കിലും കുട്ടികളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെയൊക്കെ പിള്ളേരാണ്, നിങ്ങളുടെ മക്കൾ കൊച്ചു പിള്ളേരായിരിക്കും, അവരെ വല്ലവരും നിങ്ങൾ മൊബൈൽ പഠിപ്പിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്വയം പഠന രീതി അവർക്കുണ്ട്. നമ്മൾ മനുഷ്യരെല്ലാം അങ്ങനെയാണ്. അക്ഷരങ്ങൾ ഉണ്ടാക്കിയാലും ഭാഷ ഉണ്ടാക്കിയത് ഒന്നും യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും ഒന്നും അല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മിക്സിയും ഗ്രൈൻഡറും അങ്ങനെയുള്ള ഓരോ സാധനവും വീട്ടിലുള്ളത് യൂണിവേഴ്സിറ്റിയോ കോളേജുകളോ സ്കൂളുകളോ ഉണ്ടാക്കിയതല്ല. മനുഷ്യന്റെ ബ്രെയിൻ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നതാണ്. എന്നുവെച്ചാൽ അവന്റെ അറിവിനെ അവൻ പ്രാക്ടിക്കലാക്കാൻ കഴിവുള്ളവർ അങ്ങനെ ചെയ്തു. എല്ലാവർക്കും പറ്റുമോ? പറ്റും. കാരണം നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അമ്മ കൊണ്ടുവരുന്ന പച്ചക്കറികളൊക്കെ നിങ്ങൾ ചുമ്മാ അതുപോലെ മക്കൾക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവരുന്നല്ല,
അത് പാചകം ചെയ്ത് രുചികരമായി കൊടുക്കുന്നത്. അപ്പൊ ആ കഴിവുകളൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവിടെയാണ് ഡോണ്ട് ലിമിറ്റ് എ ചൈൽഡ് ടു യുവർ ഓൺ ലേണിംഗ്. അത് വെച്ച് ഒരിക്കലാണ്. കാരണം നോക്കിയേ, നമ്മുടെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ലേണിംഗ് എന്നുവെച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾ പഠിക്കേണ്ടത്. ഈ ക്യൂരിയോസിറ്റി കുട്ടികൾക്കുണ്ട്, പിന്നെ ലോജിക്കൽ തിങ്കിങ് ഉണ്ട്, പ്രോബ്ലം സോൾവിങ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു രീതി. We should encourage the student to multiply the abilities that is already possessed during the birth. That is the beauty of it. So we should never think this is the only I want, this is the syllabus, that is the way student must learn. Never think like this. It is 100% different from what we are thinking about. But ethics, craft, relationship, കളർ, ഇതെല്ലാം ഇത് ഈ പറയുന്ന ഡെവലപ്പ്, ആ ഡെവലപ്മെന്റ് കാണിക്കുന്നതാണ്. നോക്കിക്കും, ഇത് വളരെ സൂക്ഷ്മം നോക്കിയേ. ഹ്യൂമൻ ബ്രെയിൻ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന്, ന്യൂറൽ കണക്ഷൻ. ഇതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അറിയണമെന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ അറിയേണ്ടത്. ഇതാണ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. എവിടെയാണെന്ന് നോക്കൂ, ന്യൂറൽ കണക്ഷൻ ഫോർ ഡിഫറെന്റ് ഫങ്ഷൻ. ആ ന്യൂറൽ കണക്ഷൻസ് എന്താണെന്ന് നമ്മൾ അറിയണം. ഒരു സെക്കൻഡ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ആ ഒരു സാധനമാണ്, എന്തൊക്കെയാണ് ഈ ന്യൂറൽ കണക്ഷൻസ്. എന്നിട്ട് നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ആദ്യം നിങ്ങളോട് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ പറ്റി ഒരു ഐഡിയ കിട്ടി. എന്നിട്ട് വേണം ഇത് ഞാൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, എന്താണ് ഈ പറയുന്ന ന്യൂറൽ കണക്ഷൻ. നമുക്ക് ഇവിടെ നോക്കിയേ, വൈ ആർ ഏർലി ഇയേഴ്സ് സിഗ്നിഫിക്കൻറ്റ്. അവിടെയാണ് നിങ്ങളെന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ അധ്യാപകർ. ആ അധ്യാപകരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടികളുടെ വളർച്ചയെ പറ്റി നമുക്ക് ബോധം വേണം. ഒന്ന് നോക്ക്, സെൻസറി പാത്വേസ് തുടങ്ങുന്നതാണ് ഇങ്ങനെയാണ്. സെൻസ് കണ്ടോ, ബർത്ത് എന്നുവെച്ചാൽ മൈനസ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ -3 എന്ന് പറഞ്ഞാൽ അമ്മയുടെ വയറ്റിൽ തുടങ്ങുന്നു. അമ്മയുടെ വയറ്റിലാണ് തുടങ്ങുന്നത്. 1 വയസ്സാകുമ്പോഴത്തേക്ക് എല്ലാം ലാംഗ്വേജ് ഡെവലപ്മെന്റും കോഗ്നിറ്റീവ് ഫങ്ഷനും എല്ലാം ഡെവലപ്പ് ചെയ്തെല്ലാം എന്താ ഒരു -3 ജനിക്കുന്നതിന് 3 മാസം മുന്നേ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തു. ഇത് നമ്മൾ അറിയണം. അപ്പൊ കുട്ടിക്ക് കൊടുക്കുന്ന ചില കുഞ്ഞുങ്ങൾ പറയുന്നില്ല, അമ്മയെ അച്ഛാന്ന് വിളിക്കുന്ന ഒരു അരുത്തി രീതി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ആകുന്നതിന് കാരണം എന്താണ്? ഇത് ഇത്രയും ഡെവലപ്പ് ചെയ്താൽ വെളിയിൽ വരുന്നത്, പിന്നെ മാറാൻ പ്രയാസമാണ്. അവിടെയാണ് ഏർലി ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ പറയുന്ന 0 to 8 years. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പോളിസി 0 to 8 years 5 വർഷത്തെ പഠനമാണ് വിഭാവന ചെയ്യുന്നത്. അതിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാവരും ഡിഗ്രി ഇല്ലാത്തവരെല്ലാം ഡിഗ്രി എടുക്കണം. അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ ഈസിയാണ്. ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഇത് കണ്ടോ, 11 മാസം 1 വർഷം ആവുന്നതിന് മുമ്പ് ഇതെല്ലാം ഹൈ ലെവലിൽ, പിന്നെ ഇങ്ങോട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് മോണ്ടിസോറി സിസ്റ്റം ഏറ്റവും എഫക്റ്റീവ് ആണുള്ള ഒരു കാരണം എന്നാണ്. പക്ഷെ അവിടെ ഞാൻ ഒരുപാട് അപാകത കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. നമ്മൾ ഉൾക്കൊള്ളുന്ന രീതി, ആ രീതിയാണ് നമ്മുടെ ലിസണിങ് പവർ. നമ്മൾ പരീക്ഷയെ മുൻനിർത്തി കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാറില്ല. പരീക്ഷ ജയിക്കാം നമുക്ക്, പക്ഷെ അത് എത്തിക്കണമെന്ന്, ഹൗ ഡു യു ലിസൺ ഇറ്റ് പ്രോപ്പർലി, ഹൗ ഡു യു എക്സിക്യൂട്ട് വിത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി, അതിനെ അനലൈസ് ചെയ്യാനുള്ള കാര്യം, ആൻഡ് ഹൗ ഡു യു എക്സ്പ്രസ് വിത്ത് റിയൽ ലാംഗ്വേജ്. The same way student must follow you is not right. Student must know the concept and interpret in their own way. അത് അവരുടെ രീതി ഇന്റർപ്രറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാം തന്നെ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ ചിലുണ്ട് മറ്റേതിനെ കുറിച്ച് പറയുന്ന കാരണം എന്താണ്? You never do it in the same way and never analyze your feedback properly. അതുകൊണ്ട് വരുന്ന ഒരു ചെറിയ തകരാറുണ്ട്. അത് നമുക്ക് മാറ്റാനുള്ള സാഹചര്യം പറഞ്ഞുതരാം.
അപ്പൊ ഇതാണ് നമ്മൾ ഇതൊക്കെ ബേസിക് അറിയേണ്ടതാണ്. ഇനി നമ്മൾ ഇത്രയാണ്. ഇതാ നമുക്ക് 4 സ്റ്റേജിലാണ് പഠനം നടക്കുന്നത്, ഒരു പഠനം നടക്കുന്നത്. ഇത് അല്പം ബുദ്ധിമുട്ടുണ്ട്, ഞാനൊരു എളുപ്പം എന്ന് പറഞ്ഞുതരാം. ജനിക്കുന്ന ഒരു കുട്ടി 100% അവന് മനസ്സിൽ തോന്നുന്നതാണ് അവൻ ചെയ്യുന്നത്, അല്ലേ? ആണല്ലോ. നമ്മൾ ഒരു കൊച്ചു കുഞ്ഞ് അവന് മനസ്സിൽ തോന്നുന്ന പോലെയാണ് ചലിക്കുന്നത്, അല്ലേ? ഇഴയുന്നത് അവന് മനസ്സിൽ തോന്നുന്ന പോലെയാണ്. ഇപ്പൊ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് സമയം പറയുമ്പോഴാണ് അവൻ കിട്ടിയത്. പക്ഷെ കുട്ടി എങ്ങനെ റിസീവ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി രക്ഷപ്പെടും. അവിടെയാണ് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? We must use the correct pronunciation, communicate in the proper way. Otherwise, it will affect the child. So second stage means he come to the society. What is society? The family members. And what he want to do in the inside, അവന്റെ ഉള്ളിലുള്ള പ്രചോദനം അനുസരിച്ച് അവൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോ, അങ്ങോട്ട് എഴുതി മറിഞ്ഞു ചെയ്യും. അവന്റെ ഇൻസൈറ്റിനെ ആ പ്രയോജനത്തിനുള്ള പകുതിയെ കണ്ടു. പിന്നെ സ്കൂളിൽ വന്നപ്പോൾ സിലബസ് ഉണ്ട്, പുസ്തകമുണ്ട്, എക്സാമിനേഷൻ ഉണ്ട്. നമ്മൾ അങ്ങ് മോൾഡ് ചെയ്തപ്പോൾ അവന്റെ ഇൻസൈറ്റിനെ 80% കട്ട് ചെയ്തു. 8 ആലോചിച്ചിട്ട് സ്കൂളും കോളേജ് എല്ലാം ചെയ്യുന്നത്. കാരണം പരീക്ഷ പ്രധാനമാണ്. അവന്റെ സ്വന്തം കഴിവിനെ അവൾ 80% കട്ട് ചെയ്തു. ഇപ്പൊ കുട്ടികൾ മുഴുവൻ തുറന്നു. എങ്ങനെയാണ്? ഓൺലൈൻ ലേണിംഗ്. ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. ഇവിടെ കുഴപ്പമുണ്ട്, എന്തും കാണാൻ പഠിക്കാം എന്നുള്ള അവസ്ഥയെ മാറി. അപ്പൊ നമ്മൾ അവിടെ വീണ്ടും നോയും കൊണ്ട് വരികയാണ്. പക്ഷെ അവിടെ നമ്മൾ ഏത് വലിയ രക്ഷകർത്താക്കളായാലും കൊച്ചു രക്ഷകർത്താക്കളായാലും, ഞാൻ വരുന്നത് കുറെ വെച്ചാൽ നിങ്ങളെപ്പോലുള്ള കുട്ടികളായ രക്ഷകർത്താക്കൾ, നിങ്ങൾക്ക് ആയി വരുന്നതല്ലേ ഉള്ളൂ. ഇവിടെ എല്ലാം പ്രശ്നം എന്താണ്? They don't know the technology well. That is why they are making unnecessary control. ടെക്നോളജി നമുക്കറിയാത്തതുകൊണ്ട് നമുക്ക് ഭീതി മാത്രമാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് സാറേ സംസാരിക്കാൻ പേടിയാണ്, അതാണ് ആ പേടി നമ്മൾ അതിനകത്തും കാണിച്ചു. അപ്പൊ എന്ത് ചെയ്തു? കുട്ടികൾക്ക് പിന്നെ അവന്റെ യഥാർത്ഥ ഇൻസൈറ്റ് ഉപയോഗിക്കാൻ പറ്റാതെ. അപ്പൊ അതാണ് ഞാനിപ്പോ എന്റെ ഏറ്റവും അവസാനത്തെ എസ്സേയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. കാരണം ടെക്നോളജി കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാതെ ടീച്ചേഴ്സും പേരൻസും കുട്ടികളുടെ പഠന വൈകല്യത്തിന് കാരണമായിക്കൊണ്ടിരിക്കും. കാരണം അവരറിയാൻ വയ്യാതെ അങ്ങനെ ഉപയോഗിച്ചു, അങ്ങനെ പറ്റി, ഇത് ഉപയോഗിച്ച് എങ്ങനെ പറ്റും. ഇതെല്ലാം ഉപയോഗിക്കാനും അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടേ ഇല്ല. അവിടെയാണ് നമുക്ക്. അപ്പൊ അവിടെയാണ് നമ്മൾ എന്താ ദി സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതാണ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ്, തിയറിയാണ്. ഞാൻ അതിനകത്ത് ഒരുപാട് ഊന്നൽ കൊടുക്കുന്നില്ല. ഇനി എന്തൊക്കെയാണ് വാട്ട് ആർ സ്കിൽ? നമുക്കിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞില്ലേ, എന്തൊക്കെ സ്കിൽ? കമ്മ്യൂണിക്കേഷൻ വേണം, കൊളാബറേഷൻ വേണം, ക്രിട്ടിക്കൽ വേണം, ക്രിയേറ്റീവ് വേണം, കോൺഫിഡൻസ്. ഈ 5 C's ആണ് നമ്മൾ. അതിനകത്ത് 2 എണ്ണമാണ് ഇന്നത്തെ പരിപാടി. സ്കിൽ ആർ അക്വയർഡ്, ഇംപ്രൂവ്. സ്കിൽ എങ്ങനെയാണ്? അത് നേടേണ്ടതാണ്, അത് ഇംപ്രൂവ് ചെയ്യേണ്ടതാണ്, അത് വിലയിരുത്തേണ്ടതാണ്, എങ്കിലേ പെർഫോം ചെയ്യാൻ പറ്റും. ഏതൊരു സ്കില്ലിനെയും നമ്മൾ നേടണം, ഇംപ്രൂവ് ചെയ്യണം, വിലയിരുത്തണം ബൈ പെർഫോമൻസ്. എങ്ങനെ? പ്രകടിപ്പിച്ചുകൊണ്ട്. അല്ലാതെ എങ്ങനെ സ്കിൽ വർദ്ധിക്കും? I want to speak, you must speak. I want to interact, you must interact. There is no other way. വേറെ ഒരു വഴിയില്ല. സ്കിൽഡ് കമ്മ്യൂണിക്കേഷൻ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്റ്റുഡൻസ് ആർ നോട്ട് പാസീവ് ലിസണേഴ്സ്. കുട്ടികൾ ചുമ്മാ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുവോ? പറ. കുറെ നേരം ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുക, ബോറടിച്ചിട്ട് പോകും. കുട്ടികൾ കേട്ടോണ്ടിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കുട്ടികളോട്? അത് ഇന്ററാക്ട് ചെയ്യുന്നത്. ആരുടെയിലെ അനുഭവങ്ങൾ പറയാം. നിങ്ങൾ പറയുന്നത് തുടർച്ചയായിട്ട് കൂട്ടോട്ട് കേട്ടോണ്ടിരിക്കാറുണ്ടോ? കിട്ടോ? അതിനിടയ്ക്ക് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ പറഞ്ഞ് ഇവനോട് എത്ര വന്നാലും നന്നാകത്തില്ല, ശരിയാകത്തില്ല. ഇതൊക്കെ നെഗറ്റീവ്സായി പറഞ്ഞോണ്ടിരിക്കുന്ന കേട്ടോ. ഈ നെഗറ്റീവ്സ് ഒക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ട്. അത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ അറിയില്ല. എന്തുകൊണ്ട്? നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. വാട്ട് എവർ തിങ്സ്. നിങ്ങളുടെ അനുഭവം പറ. നമ്മൾ നെഗറ്റീവ്സ് അല്ലേ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന, പോസിറ്റീവ്സ് ആണ്? എളുപ്പം. സർ, ഞാന് ചില സമയം എനിക്കൊരു മകളാണുള്ളത്, 5 വയസ്സായുള്ളൂ.
അപ്പോൾ അവള് എന്ത് പ്രവൃത്തി ചെയ്താലും ഞാനത് അവളുടെ അടുത്ത് പറയും. റോങ് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് പറയും, അത് അങ്ങനെ ചെയ്യല്ലേ, സൂക്ഷിച്ച് ചെയ്യുമെന്ന് പറയും, കെയർ ചെയ്ത് ചെയ്യുമെന്ന് പറയും. അപ്പൊ അത്രയൊന്നും അവളുടെ അടുത്തൊന്നും വലിയ പ്രോബ്ലം വരാറില്ല. പക്ഷെ അവൾക്ക് എന്തായാലും ചെയ്യാൻ, ചാടാനായാലും ഓടാനായാലും ഒക്കെ ഇഷ്ടമാണ്. അവളതിനൊന്നും ഞാൻ വഴക്ക് പറയാറില്ല. ചെയ്യണ സമയത്ത് സൂക്ഷിച്ച് ചെയ്യൂന്നേ പറയാറുള്ളൂ. ഓക്കെ, രഞ്ജിനി ചെയ്യേണ്ടത് ഒരു ശകലം ആ കമ്മ്യൂണിക്കേഷനിലെ ആ വാക്കൊന്ന് മാറ്റി. ഇപ്പൊ എന്താ പറഞ്ഞ്, അങ്ങനെ ചെയ്യല്ലേ, അത് മാറ്റിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഈ 2 വാക്കിൽ വ്യത്യാസം ഉണ്ടോ? ചെയ്യല്ലേ പറയാറില്ല, സൂക്ഷിച്ച് ചെയ്യുന്നു പറയും. അത് അങ്ങനല്ല ചെയ്യുന്നതെന്നല്ല പറയുന്നത്. അവിടെ നമ്മുടെ പുതിയ കുട്ടികളെന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഭയങ്കര സെൻസാണ്. അത് നിങ്ങൾക്ക് എളുപ്പം അറിയാം, എല്ലേക്കായി കൂടി നിങ്ങൾക്ക് അറിയാം. ഭയങ്കര സെൻസ്. അവര് വളർന്ന നമ്മൾ പറയേണ്ട വാക്കുകൾക്ക് ഒരു വ്യത്യാസം എന്താണ്. മോളെ ഇത് ഇങ്ങനെ എന്ത് ചെയ്ത് നോക്കി. ഉത്തരവാദിത്വം കുട്ടികളെ ഏൽപ്പിക്കുമ്പോൾ അവർ പഠിക്കാൻ തയ്യാറാവും. കണ്ട ഞാൻ നടത്തിയ സർവേയിലൊക്കെ എനിക്ക് ഇച്ചിരി വട്ട് കൂടുതലാണ്, എഴുത്തും വായനയൊക്കെ ഒരുപാടാണ്. ഒരാളെ ഒരുപാട് സർവേ നടത്തുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കും. പിന്നെ വേറെ ആളുടെ അനുഭവം പറ. ചെയ്യരുതെന്ന് സാർ, ചെയ്യരുതെന്ന് അവരടുത്ത് നമുക്ക് എല്ലാ കാര്യത്തിലും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു കാര്യത്തിലും പറയരുത്. നേറ്റീവ്സ് ഒരിക്കലും ഫലം ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. നേറ്റീവ്സ് കൊണ്ട് ഒരു ഫലമില്ല, ദോഷമല്ലാതെ ഒരു ഗുണം ചെയ്തിട്ടുണ്ട്. മോളെ നീ അത് ചെയ്തത് നിന്റെ നമ്മളെ മനസ്സിലാണ്, അത് അവിടെ 6 വന്നേരം അങ്ങനെയാണ്. അന്നേരമാണ് നമ്മൾ ഇടപെടുന്നത്. അതേതാ ഇങ്ങനൊന്ന് ചെയ്താൽ ഇതിനേക്കായി കുറച്ചുകൂടെ എന്ന് പറയും. ഞാൻ നിങ്ങളുടെ പറയാം, നിങ്ങൾക്ക് ആർക്ക് സംസാരിക്കാൻ അറിയില്ല, പ്രശ്നം തീർന്നു. നിങ്ങൾ പിന്നെ സാധാരണ പണി നോക്കും. പിന്നെ സാർ എന്റെ മകളുടെ അടുത്ത് പറയാന്ന് വെച്ചാ, ഞാൻ പറയുമ്പോ ഹലോ സാർ, പറഞ്ഞോളൂ. ചെയ്യാൻ പറയുന്ന ചില സംഗതികളുണ്ട് പഠിക്കാൻ പറയുമ്പം. അപ്പൊ ഒന്ന് ഒരു 100 തവണ പറഞ്ഞാൽ അവൾ ചെയ്യുള്ളൂ. അതെന്താണ് നമ്മൾ അത്രയും ഫ്രീഡം കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്താണ്? ആഹാ, ഇതൊക്കെ പറയാം. ഇതൊക്കെ രാവിലെ മിസ് എനിക്ക് സമയം തരണം, ഇതെല്ലാം പറഞ്ഞുതരാം. അല്ലെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ സാർ ഞാനിത് ചോദിക്കാൻ കാരണം, നമ്മളിപ്പോ സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ചെയ്യുമെന്ന് പറയുമ്പോ കുറെ സമയം പറയേണ്ടി വരില്ലേ? ഇല്ല ഇല്ല, ഞാൻ പറയാം. നമ്മൾ എന്താണ് വീട്ടിൽ ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ അനുകരിക്കുന്നവരാണ്, അതറിയാമോ? അതിനെപ്പറ്റി അറിയാം. നിങ്ങൾ മറന്നുപോയി, നിങ്ങൾ അനുകരിച്ച് എവിടെ എത്തിയത്. അനുകരിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ. ഇപ്പൊ എന്റെ ജോലി, ഞാൻ 24 hour ആയിട്ട് ഇതൊക്കെ തന്നെ, മക്കളും ഇപ്പൊ അതല്ല. നമ്മൾ എന്താണോ നമ്മൾ അനുകരിക്കാനുള്ള സാധനം കുട്ടികൾക്ക് കൊടുക്കുക. നമ്മൾ പഠിക്കുകയും അത് പഠിക്കുക രസമായിട്ട് നമ്മളിപ്പോ ഒരു പുസ്തകം വായിച്ചിട്ട് നല്ല രസമുണ്ടല്ലോ എന്നുള്ള ആ ചേർച്ചകൾ തുടരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ അതിനകത്ത് വീഴുന്നത്. അല്ലാതെ ഒരിക്കലും വരും. നിങ്ങൾ ഇച്ചിരി ആക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇറ്റ് ഫോർ യുവർ ചൈൽഡ്. നമ്മൾ അതിന് സമയം കണ്ടെത്തി അത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അതിന് ഫലം. അല്ല ചുമ്മാതെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നവരായി മാറുവാണ് പഠിക്കുന്നു പറയുന്നത്. വി ആർ എ പാർട്ട് ഓഫ് ദാറ്റ് ലേണിംഗ് സിസ്റ്റം. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കൗൺസിലിംഗ് വരുമ്പോഴൊക്കെ തന്നെ പേരൻസിലൂടെ ഞാൻ വരും. നമ്മൾ പേരൻസ് ഇല്ല ഒരു പരിപാടി അത് പറയില്ല. അതുകൊണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ശരി, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നവരൊക്കെ എല്ലാവരും ചോദിക്കണം, അതാണ് നിർബന്ധമായിട്ടുള്ളത്. അപ്പൊ അവിടെ നോക്കുക, സ്റ്റുഡന്റ് ആർ ജസ്റ്റ് പാസിംഗ്. ദേ എക്സ്പെക്ട്, എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ടു ബി ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ്. ഒരു കുട്ടി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്നെ അതിന്റെ പാർട്ടാക്കണം. എന്താ അമ്മ എന്നെ അതിനടിപ്പിക്കാത്തത്? ഞാൻ പോയിരുന്ന് പഠിക്കാൻ പറയുന്നു, അമ്മ അതുകൊണ്ട് അവിടെ പോയിരുന്ന് TV കാണുന്നു, അല്ലെ പോയി അടുക്കളയിൽ ചെയ്യുന്നു. അടുക്കളയിൽ ചെയ്യുമ്പോൾ അത് ചെയ്യാന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ. കാരണം അവിടെ നിന്നുകൊണ്ട് നമ്മള് അടുക്കളയിലാണ് ഏറ്റവും നല്ല സിസ്റ്റം ലേണിംഗ്. അവിടെ ഓരോ ചെറിയ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാം. എങ്ങനെയാണ്? പ്ലീസ് ടേക്ക് ദാറ്റ്, മൈ ചൈൽഡ്, മൈ ലവ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ദിസ് ഈസ് കട്ടിങ്, ഐ വാണ്ട് ടു കട്ട് വെജിറ്റബിൾ, ദിസ് ഈസ് സൈസ്, ദിസ് ഈസ് റെക്ടാങ്കിൾ, ദിസ് ഈസ് സർക്കിൾ. Automatically that interference in the kitchen helping the child to learn more until never. അതില്ലേ നടക്കില്ല. ശ്രദ്ധിക്കുക, മനസ്സിലാകുന്നുണ്ടോ? അത് ഇടയ്ക്ക് എപ്പോ വേണേലും നിങ്ങൾക്ക് ഇടപെടാം കേട്ടോ, നിങ്ങൾ അങ്ങനെ നോക്കിയിരിക്കുന്നത്. പിന്നെ ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓഫ് ടീച്ചേഴ്സ് അഡ്വാൻസ്. ശ്രദ്ധിക്കണം, നമ്മുടെ വെർബൽ, ഇപ്പൊ ഞാൻ ഒന്ന് കഴിഞ്ഞു അടുക്കളയുടെ കാര്യം പറഞ്ഞു, സ്കൂളിലെ കാര്യമാണെങ്കിൽ ഇത് തന്നെയാണ്. നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് മറ്റ് ടീച്ചേഴ്സോട് സംസാരിച്ചിരിക്കുന്ന സ്വഭാവം തന്നെയാണ് നമ്മൾ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ, അല്ലെ സോറി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാകും കുട്ടികൾ ഇന്ററാക്ട് ചെയ്യട്ടെ,
കുട്ടികൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന അവർ കേൾക്കുന്നത് എന്താണ്? ഈ പഠനകാര്യത്തെ പറ്റി, മെറ്റീരിയൽസിനെ പറ്റി മാത്രമേ സംസാരിക്കുകയുള്ളൂ സ്കൂളിൽ. സ്വഭാവമായിട്ട് കുട്ടികളെ ചെയ്യും. യാതൊരു സംശയമില്ല. എപ്പോഴും കുട്ടികൾ അവരിതെല്ലാം എവനെങ്കിലും എവിടുന്നാ പഠിച്ചത്? എവിടുന്നേലുമാണ് സൊസൈറ്റി എന്നൊക്കെ പഠിച്ചത്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. എവിടുന്നേലും ഞാൻ പഞ്ചേന്ദ്രിയങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും? The 5 senses, they are learning by seeing, hearing, touching, smelling, and tasting. There is no other way. ഈ പറഞ്ഞ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളെ മനസ്സിലാക്കുന്ന ടീച്ചറിനാണ് how do I communicate in certain situation. For example, you are in the class. I told you, as you are a teacher, you to start at your kitchen, at your home first. Then only you become a big teacher, because at your home you are free. If you are making a mistake, this same time you can correct it through your own medias, mobile phone. ഏത് സ്പെല്ലിങ്ങും ഏത് അർത്ഥവും ഏത് സാധനം നിങ്ങൾക്ക് എളുപ്പം സെർച്ച് ചെയ്യാമല്ലോ. കാരണം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോർ യുവർ children's benefit. Nothing is there. You are caring your child. That is why you are checking and learning. But learning is a continuous process to every human being, not only all, especially the profession of teachers. Continuous learning, lifelong learning, ഏത് തൊഴിലുമാണ്. ഇപ്പൊ കണ്ടില്ലേ, 95,000-ഓളം പഴയ തൊഴിലുകൾ ഇല്ലാതായിട്ടുണ്ട്. ടീച്ചറുടെ തൊഴിൽ ഇല്ലാതാകുന്നുണ്ട്. ഞാൻ പറയാം, അങ്ങനെ ഭീഷണി വരുന്നുണ്ട്. ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ ഒരു വലിയ സാധനം കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ മറിയും. അപ്പൊ ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ബോഡി ലാംഗ്വേജ് നമ്മൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അടുക്കള നിൽക്കുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സംസാരമാണെങ്കിൽ കുട്ടികൾ പഠിക്കും. നിർബന്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ അതിനകത്ത് ഓരോ സെന്റൻസ് പറഞ്ഞുതരാൻ പറ്റും എനിക്ക്. അപ്പോൾ ഇത് നോക്ക്, എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ? ദി ഹാർട്ട് ഓഫ് ഓൾ ഇന്ററാക്ഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദി ഹാർട്ട് ഓഫ് ഓൾ ഹ്യൂമൻ ഇന്ററാക്ഷൻ. മനുഷ്യന്റെ ഏത് രീതിയിലുള്ള പരസ്പര ബന്ധത്തിന്റെയും പ്രധാന ഘടകം കമ്മ്യൂണിക്കേഷൻ. 21st century developing technologies have created new opportunities for communication, that is spoken, written, visual, multimodal, in print or digital form, and with the border, reach, and favor barriers. നമ്മളിപ്പം ഇനിയും നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ യഥാർത്ഥ ഇത്രയും സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ പഠിച്ചത് വ്യത്യസ്തമായ 2 കൂടെ കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. അതേപോലെ നിൽക്കുന്നു തിങ്കിങ് ആൻഡ് ടെക്നോളജി. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇപ്പൊ എത്രയായി? ഇനിയുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എത്രയായി ഇപ്പം? LSRW മാത്രമല്ല, 2 Tയുടെ കൂടി തിങ്കിങ് ആൻഡ് ടെക്നോളജി സ്കിൽ. അതൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോ പറയാൻ ഇല്ലേ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളന്ന് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു 10-15 മിനിറ്റ് ആയല്ലോ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ആരാണ് പറയുന്നത്? വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ യുവർ ലൈഫ്? ഇവിടെ ചാറ്റ് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്, അറിയാമല്ലോ. അതാണ്ട് ഇവിടെ ഒരു ചാറ്റ് ബോക്സ് ഉണ്ട്, അതിനകത്ത് എഴുതാം. To improve our skills. Yes. Communication should be in interactive. Okay. The students, What is we communication? have to interact with the students. Interaction. Whenever we are taking a class, we have to interact our students also. Yes. In our. Yes, very good, very good. Anybody? Then we have verbal and non-verbal communication, like Okay. language. Verbal, non-verbal communication. Then, what is communication? Communication means what we is have communication? to convey. Yes, transferring the idea to Conveying someone. Any idea, transfer the idea to other persons. Okay, okay, Rubina, that is correct. ഒരു റുബീനെ ഉള്ളോ? വേറെ ആരും ഇല്ലേ അതിനകത്ത്? വേറെ ആരും ഇല്ലേ? നാളത്തെ ടീച്ചേഴ്സാണ്.
റംസീന. ആ എന്തായാലും വാട്ടെ, വേറെ ആരെയും കുറച്ചു പേരെ വരുന്നുള്ളൂ. അത് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് സംസാരിക്കാൻ പഠിക്കും. ഇതാണ് നിങ്ങളുടെ കോൺഫറൻസ് ലെവലിന്റെ ആദ്യത്തെ പാഠം. വാട്ട് ഇറ്റ് ഈസ്, എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? മലയാളം. ഓക്കെ, മറ്റൊരാളോട് എങ്ങനെ ചെയ്യാവുന്നത്? നമ്മുടെ ആശയങ്ങൾ മാറുന്നതല്ലേ? ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയ കമ്മ്യൂണിക്കേഷൻ. വാക്കുകൾ കൊണ്ട്, പിന്നെ എന്തൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ടും Written. സൗണ്ട് എഴുത്തുകൊണ്ടും പിന്നെ ആംഗ്യങ്ങൾ കൊണ്ടും. Communication through actions. Yes. Actions. ആണ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ ഐഡിയ വരണം. ഇന്ന് നിങ്ങൾ 21ാം നൂറ്റാണ്ടാണ് ജീവിക്കുന്നത്. പറ. മീഡിയ. വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? ഖദീജ. വെരി ഗുഡ്. നമ്മൾ മീഡിയ, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, എത്ര മീഡിയ ഉണ്ട്? ലക്ഷങ്ങളാണ്. നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നത്, നമ്മൾ കുറച്ച് അറിയാവുള്ളത് കൊണ്ട് ലക്ഷക്കണക്കിന് മീഡിയാസ് ഉണ്ട്. ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ വേണ്ടിയാണ്. അതിനകത്ത് എഴുതിയും പറഞ്ഞും പിന്നെ അതുപോലെ ബോഡി ലാംഗ്വേജ് കാണിച്ചും ചെയ്യാൻ പറ്റും. കാർട്ടൂൺസ് ഒക്കെ ഒരുപാടുണ്ട് കമ്മ്യൂണിക്കേഷൻസ്. ഇതെല്ലാം കാണുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെയാണ് നമ്മൾ പറയുന്ന പോയത് പഠിക്കാൻ. നമ്മൾ സിമ്പിളായിട്ട് എളുപ്പം പണി തീർത്ത് എപ്പോഴത്തെ പണി തീർത്തും. അതെങ്ങനെ ശരിയാകുന്നത്? അമ്മ ഏതെങ്കിലും ഒന്ന് പറയാറ്, ഒരു വാട്സപ്പിൽ ഒരു നല്ല വീഡിയോ എടുത്തു, മോളെ ഇതൊന്ന് നോക്കിയേ, അട്രാക്ഷൻ ആവുന്നത്. പക്ഷെ അത് പാഠഭാവമാണെങ്കിൽ നന്നായിരിക്കും. ഇനി അഥവാ പാഠഭാവം അല്ലെങ്കിൽ പാഠഭാവമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ എബിലിറ്റി കാണിക്കണം. ഞാൻ എങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴും അന്നേരം കിട്ടുന്ന സന്ദർഭത്തെ ഞാനത് പാഠത്തിനകത്ത് കയറ്റി ചെയ്യണം. അതാണ് ടീച്ചറുടെ സ്കിൽ. അതാണ് അവിടെ എന്താണോ വാട്ട് ഈസ് കം ടു അവർ ഫ്രണ്ട് ഇൻ all on a sudden we should use our talent to use it in this same situation. Then students are interested in class. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ എനിക്ക് അതൊക്കെ പിടിച്ച് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉണ്ടായിരുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതുപോലെ പഠിപ്പിച്ച പോകും, നിങ്ങൾ കുറെ കേൾക്കും. പഠിപ്പിക്കുക ഇതിനെ പഠിപ്പിക്കുക എന്നാ പറയുന്നത്. ഇങ്ങനെ ഒരാൾ പറയുക, വാക്കുകൾ കേട്ടോണ്ടിരിക്കുക, പഠിപ്പിക്കുക. അതിന്റെ ഗുണമല്ല സാധനം അല്ലത്. ഇന്ററാക്ഷൻ ആകുമ്പോൾ ആ ഇന്ററാക്ഷൻ ആണ് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഒരുപാട് കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട് അല്ലെങ്കിൽ ഒരു വീട്ടിലുണ്ടെന്ന് വിചാരിക്കാം. അവർക്കൊക്കെ ഡിഫറെന്റ് സ്വഭാവമായിരിക്കും. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങള് അത് ഒരേപോലെ ഉൾക്കൊള്ളാൻ അതിനെന്താ ഒരു മാർഗമുള്ളത്? ക്ലാസ്സിലാവുമ്പോ അപ്പൊ ഒരു ക്ലാസ്സിലാവുമ്പം പല കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് ഒരുപോലെ അത് എത്തിക്കാൻ. അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാ ഫിലോസഫിയും പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറിയും മൾട്ടി പെഡഗോജിയും വേണം. ഒരേ രീതി അല്ല. അതാണ് നമ്മുടെ പഠിപ്പീരിന്റെ ഏറ്റവും വലിയ തെറ്റതാണ്. കാരണം നമ്മൾ അതേ അറിയാവുള്ളൂ, നമ്മൾ അതേ പഠിച്ചിട്ടുള്ളൂ. ബിഎഡിനായാലും മറ്റു സ്കൂൾ. അത് തെറ്റല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ അറിയാമല്ലോ നമുക്ക്. അപ്പൊ ഈ ഡിഫറൻസ് എന്ത് വരും? ഒരാൾ അത് ചെയ്യുക, ഒരാൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറയലാണ് നല്ലത്. അവര് ഷെയർ ചെയ്യുമ്പോൾ അപ്പൊ എനിക്ക് അങ്ങനെയും ചെയ്യാമില്ലേ, ചെയ്യാം. പക്ഷെ ഒരു ടൈം പീരീഡിനുള്ളിൽ തീർക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അത് ടീച്ചർ പറയുന്നത് ആ സിസ്റ്റത്തിൽ എന്തായാലും നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും എന്ന് പറയാം. ആ സിസ്റ്റം മാറാൻ പോവുകയാണ്. ഞാൻ 2004-05 എഴുതിയ ആർട്ടിക്കിളാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രൊമോഷൻ പരീക്ഷ നടത്തിയല്ല, ടാലന്റ് നോക്കിയാണ്. അത് വരികയാണ്. എന്തായാലും 6ാം ക്ലാസ് വരെ ഉള്ളൂ, ബാക്കി എല്ലാം വൊക്കേഷൻ ആകുകയാണ്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ ശരിയാണ്. ഇപ്പൊ ഉണ്ടാക്കി വെച്ച സിസ്റ്റം അതാണ്. എല്ലാവരും 1ഉം 2ഉം എഴുതി കഴിഞ്ഞ് 3ഉം 4ഉം എഴുതണം. അങ്ങനൊന്നും അല്ല. അത് ഒരു കുട്ടി 100 എഴുതാമെങ്കിൽ ലക്ഷം, അതിൽ കൂടെ എഴുതിയാലും ഓക്കെ. പതുക്കെ വരുന്നൊരു പതുക്കെ ആയിക്കോട്ടെ. പ്രൊമോഷൻ എന്ന് പറഞ്ഞ പരിപാടി വേണ്ട. അപ്പോഴാണ് അവള് പിസ ടെസ്റ്റിലേക്ക് മാറാൻ പോകുന്നത്. പറയാമല്ലോ, പിന്നെ പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അസസ്മെന്റ്. 15 വയസ്സ് കഴിഞ്ഞ കുട്ടിക്കാണ് ടെസ്റ്റ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത് പ്രശ്നമല്ല, ഇത്ര അറിവുണ്ടായിരിക്കണം. ആ സിസ്റ്റത്തേക്ക് വരുമ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാവും. അപ്പൊ നമ്മൾ ടീച്ചർ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുകയാണ് ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ അഡീഷൻ. ഇപ്പൊ എങ്ങനെ പഠിപ്പിക്കും? മോണ്ടിസോറി അറിയാലോ, സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ട്
ഞാനിപ്പോൾ അതിന്റെ വീഡിയോ എൻ്റെ ഞാൻ കുറേ ടീച്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് അതിങ്ങനെ വെച്ച് കാണിക്കും ഇല്ലേ? അത് മാത്രമല്ല ഒരു മാർഗം. അവിടെയാണ് നമ്മൾ അല്പം ഒന്ന് സമയം എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4 മാർഗം 4 ഗ്രൂപ്പിന് 4 രീതിയിൽ കൊടുത്താലുള്ള ഗുണം അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നത്തെ ഒരു സിസ്റ്റം കൊളാബറേഷൻ ആണ്. ഇതിനുള്ള സമയം കണ്ടെത്തണേ, അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നമ്മൾ പറഞ്ഞാൽ പോലെ നിമിഷം കൊണ്ട് എങ്ങനെ ചെയ്യാൻ സമയം കൺസ്യൂം ചെയ്യാം, അത് നമ്മൾ പഠിക്കുക എന്നുള്ളതല്ലാതെ അനുഭവിക്കുന്നില്ല. ഒരു വീട്ടിൽ തന്നെ ഇതൊരു വലിയ പ്രശ്നമാണ്. ശരിക്കും ഒരു കൗൺസിലിംഗിന്റെ രീതിയിൽ തന്നെ പോട്ടെ. ഇപ്പൊ മനസ്സിലായില്ല എന്തൊക്കെയാ വേണ്ടത്? ലിസൺ, സ്പീക്ക്, റീഡ്, റൈറ്റ്, തിങ്ക് ആൻഡ് ടെക്നോളജി. നമ്മൾ ഓരോന്നിനെയും എടുത്ത് പറയാൻ പോകും. എന്താണ് ലിസൺ? ഓക്കെ, ഞാനൊരു ചേർത്തല്ല, ചുമ്മാ ലിസണിന്റെ ഒരു ഞാൻ ചെയ്തൊക്കെ നോക്കും. ലിസണിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഡെഫിനിഷൻ പറയാതല്ല ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ലിസൺ ടു ദി വേർഡ്സ് ആൻഡ് സെന്റൻസ് ഫ്രം അതേഴ്സ്, ലാംഗ്വേജ്, സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്. ശരി, കാരണം നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാകണം അതിന്റെ ക്രിയാരൂപം എന്താണെന്ന്. നമ്മളിപ്പോ ഒരു ക്ലാസ് ഇരിക്കുകയാണ്. വാട്ട് ഡിഡ് യു ബ്രിങ് ടുഡേ? നീ എന്ത് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? Seeds. How many seeds are there? That is, I think, my father brought it, and he should brought it from Dubai or something else. How do you going to distribute one to one person, do it to one person like this? This is the actually, and at the same time, by the use of that seeds, you can use 2 methods there. By using the non-story materials for counting. ഇവിടെ നമ്മൾ 2 മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇതൊരു പ്രോബ്ലം സോൾവിങ്, അതാണ് മാത്തമാറ്റിക്സ് സ്കിൽ എന്ന് പറയുന്നത്. എന്താണ് പ്രോബ്ലം സോൾവ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി? അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു ഭാഷയ്ക്കും. കാരണം ഈ ഭാഷയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് കുട്ടികളെ പറയുന്നത്. വാട്ട് ഡിഡ് യു ബ്രിങ് ടുഡേ? നീ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? പാസ്റ്റ് സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് ടെൻസ് ആണ്. അവിടെ നമ്മൾ വാട്ട് ഡു യു ബ്രിങ്, നീ എന്താണ് വരുന്നത്? അത് വാട്ട് ഡിഡ് യു ബ്രിങ് ടുഡേ എന്ന് പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇതിനകത്ത്. അപ്പോൾ വേണം ഡു യു വാണ്ട് ടു ഡിസ്ട്രിബ്യൂട്ട് എമംഗ് യുവർ ഫ്രണ്ട്സ്. ആ എമംഗ് ഒക്കെ തന്നെ ഗ്യാപ്പ് ഇട്ട് തന്നെ പതുക്കെ പറഞ്ഞു. For what? Why we are using like this? Because we are in front of the children. Infant maybe, what I am thinking. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. So that is why we must use each word by stressing. ആ സ്ട്രെസ്സിങ് നമുക്ക് ആവശ്യമുണ്ടാണ്. ഓരോന്നിനും സ്ട്രെസ് കൊടുത്ത് തന്നെ പറയണം. അതുകൊണ്ട് ലിസൺ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാനാണ് അങ്ങനെ പറയണം എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ലിസൺ അതർ ലാംഗ്വേജസ്. പിന്നെന്താണ്? ലിസണിങ് ഈസ് ദി ഫൗണ്ടേഷൻ. എനി സ്കിൽ മസ്റ്റ് ബി പ്രാക്ടീസ് ഓൺലി ത്രൂ ലിസണിങ് പ്രോപ്പർലി. അതാണ് ലിസൺ ദി സെയിം ടോക്ക് എവറി ഡേ കണ്ടിന്യൂസ്ലി ഫോർ 5 days. അവിടെ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ആണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയിട്ട് കാണിക്കുക എന്താണ് നമ്മുടെ ഒരു വീഡിയോ ഞാൻ എടുത്ത് കാണിക്കാം. അതൊന്ന് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ എന്ത് വേണേലും ഇപ്പൊ കേട്ടോ, ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക്. നിങ്ങൾ സംസാരിക്കണം, സംസാരിച്ചാലേ ഷെയർ ആവുള്ളൂ, ഇതാവുള്ളൂ. എന്നിട്ട് ഇവിടെ ഒരു സാധനമുണ്ട്, ഞാൻ നിർത്തി നോക്കട്ടെ വരുവന്നു. അല്ല, ഇത് ഞാൻ ചെയ്യേണ്ടത് വേറെ ഒന്നിലോട്ട് മാറ്റാം. ഇവിടെ ഞാൻ ഇത് നിങ്ങൾക്ക് തരാം, ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം, നിങ്ങളെല്ലാം എടുക്കണം. ഇതേ സാധനം നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേരം അതിന്റെ ഫലം ഉണ്ടാവും. ഇത് നല്ല ഒരു പ്രൊഫസറുടെയാണ്. പക്ഷെ ആ പുള്ളിക്കാരി പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ പോലും എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതാ നമ്മൾ പറയും ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, ഇങ്ങനെ പറഞ്ഞാലാണ് നല്ലത്. കാണാൻ പറ്റുന്നുണ്ടോ ഇത്?
No, sir. ഞാൻ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാം. ഷോർട്ട് ഒന്ന് ഓൺ ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് തുടങ്ങുമ്പോൾ മാത്രമേ അത് കിട്ടുള്ളൂ. കേട്ടോ? Gampa Nageshwar Rao Garu has given me the job of Yes, telling ma'am. you about the English language. Are you eager to hear about English? Very good. For the last 3 years, we are having the Impact program, and it has learn English. That is up to you. Don't tell me. I don't want to know. You ask yourself, do you really want to learn English? Today, the learning of English is the difference between success and failure. Please remember, when I was studying English, English was not very important. It was just one more subject. 30 years back, English didn't have importance. Today, in 2013, English is most important. You can impact the world by learning English. Not Gampa Nageshwar Rao Garu impacting you, but you impacting the world. The entire world is yours if you know English. If you don't know English, however excellent you are, you don't get as much success. Do all of കേട്ടല്ലോ? ഓരോ വാക്കിനെയും പ്രത്യേക എടുത്ത് സംസാരിക്കുന്നുണ്ടോ? ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ അത് എടുക്കുക. ഞാൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തിരിക്കാം. അത് ദിവസം ഒരു പ്രാവശ്യം കേൾക്കുക. ഒരു 10 ദിവസം അടുപ്പിച്ച് കേൾക്കുക. നിങ്ങളുടെ ഈ പറഞ്ഞ പ്രശ്നം അവിടെ ചെയ്യാൻ പറ്റുമോ? ഹലോ, ഞാൻ ഷെയറിനകത്ത് ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് എടുക്കാം. ഞാൻ ചാറ്റിനകത്ത് ഇട്ടു കേട്ടോ. ചാറ്റിനകത്ത് നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പൊ തന്നെ അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോട്ട് എല്ലാവരും മാറ്റി വെച്ചോളാം, എഴുതി വെച്ചോളാം. ഓക്കെ, അപ്പോൾ അത് പോസിബിൾ ആണല്ലോ അല്ലേ? അവിടെയാണ് നമ്മൾ ലിസണിങ്ങിനകത്ത് ഏറ്റവും പ്രധാന ഘടകമാണ് ലിസണിങ്. അത് പല പ്രാവശ്യം കേൾക്കുക. അത് ലിസണിങ് എന്ന് പറയുമ്പോൾ അത് കേട്ട നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഏറ്റവും വലുത്. ലിസണിങ് ഈസ് ദി ഫൗണ്ടേഷൻ. അതാണ് കുട്ടികൾ ചെയ്യുന്നത്. നമ്മൾ തെറ്റായി പറഞ്ഞാൽ കുട്ടികളും തെറ്റായി പറയുള്ളൂ. നമ്മുടെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ തെറ്റാണ്. ഇപ്പൊ ആ ടീച്ചർ കണ്ടൊക്കെ വളരെ ഓരോ വാക്കുകളെയും സ്ട്രെസ് ചെയ്താണ് പോകുന്നത്. അങ്ങനെ തന്നെ പഠിച്ചാലേ ഏത് ഭാഷയും ബാക്കിയുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ല, നമുക്ക് സാധിക്കില്ല. അതാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ നോക്ക്, ലിസണിങ്. ചിൽഡ്രൻ ലേൺ ത്രൂ ലിസണിങ്. അവർ പഠിക്കുന്ന മുഴുവൻ ലിസണിങ് കൊണ്ടാണ്. ടുഡേ they imitate language they hear, the body language of the teacher, the facial expression of the teacher, eye contact of the teacher. ഏതെല്ലാം രീതിയിലാണ് കുട്ടികൾ പഠിക്കുന്നത് നോക്കി. imitate language to hear, body language of the teacher. അപ്പോൾ teachers should take much care in their voice, body language, facial expression and eye contact. That is a part of the communication skill. Then children gain an understanding of themselves and the world through communication. Student ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ കൂടാണ് ഈ ലോകത്ത് അറിയുന്നത്. അവിടെയാണ് ഇപ്പൊ രഞ്ജിത് പറഞ്ഞത്, സാറേ ഞാൻ അവളെ നിർബന്ധിക്കേണ്ടി വരുന്നു. But the child is not experience any kind of environment that encourage him or her to learn. Why? Because everywhere she has experienced compulsion for learning. മനസ്സിലാവുന്നുണ്ടോ? അത് ആ കമ്പൽഷൻ വരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും?
അപ്പൊ പഠനം എന്ന് പറയുന്ന എന്തോ ഒരു വല്ലാത്ത സാധനമാണ്. നമ്മൾ ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുന്ന സാധനമാണ്, അല്ലെ വഴക്ക് കിട്ടുന്ന സാധനം. അങ്ങനെ ഒരു ഇമേജ് നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത്? നമ്മൾ അറിയാതെ പറ്റുന്നതാണ്, നമ്മുടെ ആ അറിവിന്റെ കുറവ് കൊണ്ട് പറ്റുന്ന ഒരു കുഴപ്പമാണ്. അറിയാതെ പറ്റിയ സാധനമാണ്. അപ്പൊ ദാറ്റ് ഈസ് ദ ലാംഗ്വേജ് ഷുഡ് ബി യൂസ് ഇൻ എ പ്രോപ്പർ വേ. Your body language, your eye contact, your sound, everything will affect the child. So again, it is important. How do we? ഞാൻ ഇവിടെ ചെയ്യുന്ന ഓരോന്ന് നോക്കി ഓരോ സമയം എന്താണ് നിങ്ങളെ ആ പറയുന്ന PPT-ക്കകത്ത് മാത്രം ഒതുക്കിയിടുകയല്ല, ഇടയ്ക്ക് സംസാരിക്കാനും വരുന്നത്. This is the online teaching, the basic ഇതാണ്. Everybody should be a part of this. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന സ്ക്രീൻ ഷെയർ ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം തന്നെ അവിടെ നിന്നുകൊണ്ട് PPT ഉണ്ടാക്കി ഷെയർ ചെയ്യും. അതാണ് ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മൾ അറിയണം. അവിടെ കമ്മ്യൂണിക്കേഷൻ അവിടെ വലുതാണ്. ഇനി നോക്ക്, ലിസണിങ് ഗുഡ് ഇംഗ്ലീഷ്. ആ ടീച്ചറിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ സുനിത റാവുവിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? സുനിത റാവുവിന്റെ ഇറ്റ്സ് വെരി ക്ലിയർ. അണ്ടർസ്റ്റാൻഡ്. ആരാണ് ഇതേ വരയ്ക്കുന്നത്? ആഹാ, ആ ഉണ്ടോ, കൊച്ചു കുട്ടികളാണത്. ആരെങ്കിലും കാണുമോ? ഇതേ വരയ്ക്കാൻ പറ്റുമോ? കണ്ട, അവരത് പഠിച്ചു കഴിഞ്ഞു. മാറ്റാൻ ഞാനിപ്പോ അനട്രാക്ഷൻ ഡിസേബിൾ ചെയ്താൽ മതി. Listening good English. Listen again and again the same passage. Do every day one time. Listening will give you language. Listening will give you correctness. ദിവസവും അത് കേട്ടാൽ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ്? വാട്ട് എവർ യു ഡു എഫക്റ്റീവ്. ഇതിലാണ് പ്രധാനം. എന്തൊക്കെയാണ്? ലിസണിങ് എന്ന് പറയുന്നത് ആണ് ഏറ്റവും പ്രധാനം. ഹൗ ഡു യു ലിസൺ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പല പ്രാവശ്യം കേൾക്കുമ്പോൾ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ. ഇപ്പൊ സുമിതാ റാവു എന്ന് പറയുന്ന ടീച്ചറുടെ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം അവരുടെ പ്രസന്റേഷൻ ആണ്. സെയിം വേ യു ഷുഡ് തിങ്ക് അബൌട്ട് ദി ചൈൽഡ് ബിഫോർ യു. If you are presenting in a very, very good confidence, your sound and the wording and the content, everything will come in the same way for the students to hear you well and interestingly. അത് ആസ്വദികരമായി നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ പ്രസന്റ് ചെയ്യാനുള്ള കാര്യം. അതെങ്ങനെയാണ്? ലിസൺ ഇറ്റ് വെരി എവറി ഡേ. എങ്ങനെയുണ്ട് നമ്മുടെ സുന്ദർ റാവിന്റെ സ്പീച്ച്? ആരാണ് പറയുന്നത്? നഫില സത്വാൻ ഓഫ് ചെയ്തു. വേറെ ആരാണ്? ഓക്കെ, ആവശ്യമില്ലാത്തവര് മൈക്ക് ഓഫ് ക്ലിയർ. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനേ ഉള്ളൂ. നിങ്ങൾ അതിനകത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഞാനത് കൊടുത്തത്. അത് അതിനകത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ലിസണിങ്. വെൻ യു ആർ ലിസണിങ്, ലിസൺ ദി ലാംഗ്വേജ്, നോട്ട് ദി മീനിങ്. എന്തിനാണ്? കോൺഫിഡൻസ് വർദ്ധിക്കാനാണ് പറഞ്ഞത്. മീനിങ് നമുക്ക് വേണമെന്ന് വെച്ചാൽ വേണം. ലിസൺ ദി സെയിം സ്പീച്ച് or passage again and again till it becomes the part of your memory. അത് 2 പ്രാവശ്യം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. ഇങ്ങനെ സ്പീക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരൊറ്റ ഡിഫിക്കൽട്ട് വേർഡ് ആ ടീച്ചർ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എല്ലാ ഏജിലുള്ളവർക്കും ക്ലിയർ ആണ്. അതൊരു ടാലന്റ്. ദാറ്റ് ഷുഡ് ബി കൾട്ടിവേറ്റഡ്. നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു സാധനമാണ്. അതാണ് ചെയ്യുന്നത്. ദെൻ നോക്ക്, അടുത്ത ഏതാണ്? സ്പീക്കിംഗ്. നോക്ക്, സ്പീക്കിംഗ് എന്താണ്? ഇതാണ് നിങ്ങൾ ആരാ വായിക്കുന്നത്? ഓക്കെ. The action of conveying information or expressing one's feeling in speech or sharing on idea. Feeling in speech, in sound. സൗണ്ടോടുകൂടി നമ്മൾ നമ്മുടെ ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതാണ് സ്പീക്ക് എന്ന് വിളിക്കുന്നത്. ലാംഗ്വേജ് എങ്ങനെ വരും? Comes with experience. Experience only. You should take the mic and start to speak. And
Practice. Use technology. Self-communication. ഇവിടെ നമ്മൾ പ്രാക്ടീസ് ഇപ്പോൾ ചെയ്യാൻ പോവാണ്. ചെറിയൊരു ആക്ടിവിറ്റിയാണ് എല്ലാവരും കേട്ടോ. നിങ്ങളുടെ തന്നെ മൊബൈൽ ഫോണും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. തയ്യാറാകുക. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ തൽക്കാലം അത് പഠിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇത് നിങ്ങൾ പിന്നെ ചെയ്താലും മതി. സെൽഫ് കമ്മ്യൂണിക്കേഷൻ എന്താ ചെയ്യേണ്ടത്? In front of mirror speaking in ചെയ്യാവോ? എന്താ പറയുന്നു? കണ്ണാടി വീട്ടിലുണ്ടല്ലോ അല്ലേ? മുഖം നോക്കാൻ മാത്രമല്ല, വേറെ പഠിക്കാനും പറ്റില്ല. ഞാൻ ചെയ്തങ്ങനെ കണ്ണാടി ഉണ്ട്, കൂടെ കുട്ടിയുണ്ട്. ആയിക്കോട്ടെ, നല്ലതല്ലേ? അപ്പൊ അവന് എളുപ്പമുണ്ട് ഒരാൾ ഉണ്ടാക്കി. ഏറ്റവും ഞാൻ അങ്ങനെ ഇല്ലാതെ കഷ്ടപ്പെട്ടാണ്. കേൾക്കാണ്ടാന്ന് അങ്ങനെയല്ല ആരും പറഞ്ഞു. ഇതങ്ങനെ ഞാൻ ചെയ്തത്, ഞാൻ MA കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അമ്മ പറയുമെന്നല്ലാതെ എനിക്ക് അതിന്റെ കറക്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ കണ്ണട മുമ്പിൽ ഇങ്ങനെ പ്രസംഗിച്ച് പഠിച്ചപ്പോൾ അമ്മ വിചാരിച്ചു അവന് വട്ടാന്ന് വിചാരിച്ചു. കാരണം കോളേജ് അധ്യാപകനായിട്ട് കയറാൻ പോവാണ്. ഇപ്പൊ ലെക്ചർ സ്റ്റാൻഡിലേക്ക് താഴെ വീഴുവാൻ തന്നു. അത് പഴയ കഥ, 82-ലെ കഥ. ഇപ്പൊ ടെക്നോളജി ഇഷ്ടം പോലെ നമ്മുടെ സംസാരത്തെ നമുക്ക് ഇപ്പൊ ഞാൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനിത് വീണ്ടും കേട്ടു നോക്കും. ഇങ്ങനെ മതിയോ നിങ്ങൾക്ക് എടുക്കുന്നത്? എന്തിനാണ്? ടു ഇംപ്രൂവ് ദി നെക്സ്റ്റ് ടൈം. നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതെല്ലാം എടുത്തിട്ടാണ് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ ചെയ്യുന്നത്. ഓരോ നിമിഷവും നമ്മൾ ചെയ്യണം. കണ്ണാടിയുടെ ഫ്രണ്ട് എന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് അയ്യേ കൈ അങ്ങനെയല്ലേ കണ്ടാൽ ഇങ്ങനെയായിരുന്നു. മറ്റൊന്നും അറിയില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യുവാണ് നമുക്ക് അറിയാൻ വയ്യാത്തത്. നമുക്ക് കോൺഫിഡൻസ് ഇല്ല. മറ്റു നമ്മുടെ കണ്ണാടി ഉണ്ടാകുമ്പോ സത്യമാണോ? ചെയ്യാവോ? ഉണ്ടോ കണ്ണാടി? We are doing like that. We are practicing our teaching practice are doing first in front of the camera, camera and mirror. ക്യാമറ പോരാ, In front of mirror. Sorry. മിറർ ആകുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അന്നേരം തന്നെ കാണാനില്ല. Yes, of course. ക്യാമറ ചെറിയൊരു സാധനമാണ്. മിറർ ആകുമ്പോൾ നമ്മൾ ഫ്രീ ആണ്. നമ്മുടെ ആ ഫ്രീ ഇടമാണ് മറ്റേതിനകത്ത് നമുക്ക് വരേണ്ടത്. Okay, you should do that one. And what I have experienced, and still the teachers are doing, many teachers are doing the same thing. They told it is so effective. Okay, then another methodology. വേറെ ആരോ ഇങ്ങനെ രണ്ടുപേരോട് വന്ന് ഇരിപ്പുണ്ടല്ലോ. ഓക്കെ, സെൽഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത സെൽഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ചെയ്യാവോ? സെൽഫ് ഇന്റർവ്യൂ നടത്തും. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അവരെ തന്നെ അങ്ങ് ഒരു നിങ്ങളുടെ ഒരു എന്താ കഥാപാത്രമാക്കി വെച്ചാൽ മതി. ഇത്രയും നല്ല ഒരു അവസരം ദൈവം തന്നിട്ട് ഇതിനൊരു വെരി വെരി ഗുഡ്. അവരാവുമ്പോൾ വലിയ റെസ്പോൺസിബിലിറ്റി വരുത്തുമില്ല, കുഴപ്പമില്ല. Yes, Majida is doing like that. Topics, she is pressing the video in front of her students. Very. I am really happy to hear that. That is learning. ഇത് കണ്ടോ, ഇത് ചെയ്ത് പഠിക്കാം. ഹലോ മിസ് Najida, tell me about yourself. Let me know who you are. Who you are? Oh, you are alien കാണിച്ചത്. You are ഉള്ളു കേട്ടോ, ഞാൻ തെറ്റിപ്പോയതാണ്. You are who you are. Who you are. ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കണം തനിയെ വീട്ടിൽ ഇരുന്നുണ്ട്. ഇത് കോൺഫിഡൻസ് വർക്ക്. ഇത് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെയ്യാമെങ്കിൽ വളരെ എഫക്റ്റീവ്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ്. എല്ലാവരും പ്രാക്ടീസ്, ലോയർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൂടാ? ഡാൻസ് ചെയ്യുമ്പോൾ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് എന്താ പ്രാക്ടീസ് ചെയ്യുന്നത്? ടീച്ചേഴ്സ് ആകെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഞാനിപ്പോ 10-20 വർഷമായിട്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം പറഞ്ഞ അവരുടെ പാട്ട് പോകും. പിന്നെ അവർ പഴയ രീതിയിൽ തന്നെ തുടങ്ങും. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. ബാക്കി എല്ലാ പ്രൊഫഷനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണത്? അതൊക്കെ ഭയങ്കര കാശ് കിട്ടുന്നത് ഞങ്ങളുടെ കാശ് കുറവാണ്. തെറ്റായ ചിന്തയാണ്. കാരണം നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതോറും കാശും കൂടും. ഒരുപാട് പേർക്ക് വേണം. നിങ്ങളുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്ത് ചുമ്മാ മൊബൈൽ റെക്കോർഡ് ചെയ്ത് ചുമ്മാ യൂട്യൂബിൽ ഇട്ട് നിങ്ങൾക്ക് കാശ് കിട്ടും. കാണാൻ കൊള്ളാമെന്ന്. അപ്പൊ നിങ്ങൾ തന്നെ കണ്ടു നോക്കിയിട്ട് കാണാൻ കൊള്ളാവുന്ന രീതിയിലാക്കണം. വേറെ ഇപ്പൊ
ആ പറയുന്ന ടീച്ചറിന്റെ കണ്ടപ്പോൾ സംസാരം ഇങ്ങനെ ആക്കുന്നതല്ലേ, ഓ അങ്ങനെ ആക്കാമല്ലോ വേണമെങ്കിൽ. പ്രാക്ടീസ് യുവേഴ്സെൽഫ്. പ്രാക്ടീസ് ആണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്, വേറെ ഒന്നുമല്ല. ചെയ്യാൻ പറ്റുമല്ലോ, ഇന്റർവ്യൂ നടത്തുമല്ലോ. എനിക്ക് വേണ്ട അടുത്ത ക്ലാസ്സിലേക്ക് എനിക്ക് വേണ്ടത് ഇങ്ങനെയുള്ള വീഡിയോസ് വേണം, അയച്ചിരണം എനിക്ക്. അത് ആമനാമസ് ഇനിഷ്യേറ്റീവ് എടുക്കണം. പിന്നെ വേണ്ടത് നിങ്ങൾ ചെയ്യുന്നൊരു സാധനമാണ്, പക്ഷെ അത് ഇത്രയും കൂടെ ചെയ്യണം. റെക്കോർഡ് യുവർ വോയിസ്, സെൽഫ് അനാലിസിസ്, റീക്യാപ്ചർ. വീണ്ടും ഞാനൊക്കെ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പല പ്രാവശ്യം ചെയ്യും. ഞാൻ കേട്ടു നോക്കാം, എനിക്കിത് കേട്ടാൽ മനസ്സിലാവുമോ, എവിടൊക്കെയാണ് ഞാൻ തന്നെ വ്യത്യാസം ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. Record, analyze, edit, recap. Everything is available in internet. നമ്മൾ കൊണ്ടുവരുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്. റീക്യാപ്ചർ ചെയ്യാൻ എവറിത്തിങ് ഈസ് അവൈലബിൾ ഫ്രീലി. യൂസ് ഇറ്റ് പ്രോപ്പർ. നമ്മൾ ഇന്റർനെറ്റ് ഫെസിലിറ്റീസിന്റെ 1% പോലും ഉപയോഗിക്കുന്നില്ല. അത് സത്യമാണ്. നമ്മൾ ബ്രെയിനെ ആദ്യം കാണിച്ചു വന്നു. നമുക്ക് തന്ന ആ സൂപ്പർ കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നില്ല. വളരെ കഷ്ടമാണ്. അപ്പൊ ഇത് ചെയ്യുക, പിന്നെ ചെയ്താൽ. അടുത്താണ് സ്പീക്കിംഗ് കഴിഞ്ഞാൽ റീഡിങ്. ആരാ വായിക്കുന്നത്? Reading is complex cognitive process of decoding symbols to derive meaning. It is a form of language processing. ശകലൊന്ന് വ്യത്യാസം പഠിച്ചാൽ ഈസ് എ കോംപ്ലക്സ് കോഗ്നിറ്റീവ് പ്രോസസ്. കോഗ്നിറ്റീവ് ആണ് നമ്മൾ സ്വാഭാവികമായി നടക്കുന്ന കോഗ്നിറ്റീവ് എബിലിറ്റി ഈസ് ദി എബിലിറ്റി ഓർ സ്കിൽ ദാറ്റ് ഈസ് ഡെവലപ്ഡ് വിത്ത് our brain during or inside the womb of the mother. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന സാധനമാണ് കോഗ്നിറ്റിവിറ്റി. സ്വയം കാര്യങ്ങളെ അറിയാനുള്ള തിരിച്ചറിയൽ പിന്നെ വരും. അതിന്റെ ഡീകോഡിങ് സിമ്പിൾസ്. സൗണ്ടിനെ ഡീകോഡ് ചെയ്താണ് കുഞ്ഞു അമ്മയെന്ന് വിളിക്കുന്നത്. കുഞ്ഞു വാവളക്കത്തെ ഉള്ള എന്താണ്, കരയാനാണ് വിളിക്കുന്നത്. അത് എന്തായാലും നിങ്ങളെല്ലാം അമ്മമാരാണ്, നിങ്ങൾക്ക് പരിചയമുണ്ട്. അത് പറയും, മോൻ കരയല്ലേ, മോള് കരയല്ലേ, അമ്മ പാല് തരാം. എത്ര പ്രാവശ്യം നിങ്ങൾ അമ്മയെന്ന് പറഞ്ഞു കാണും? ഓർക്കുന്നുണ്ടോ? അതിന് ലിമിറ്റ് ഒന്നും ഇല്ലേ? അപ്പോഴാണ് കുഞ്ഞ് ഡീകോഡ് ചെയ്തത്. ആയും മായും. അല്ലാതെ അമ്മയുടെ വയറ്റിൽ വന്നപ്പോ ഡോക്ടർ എഴുതി കാണിച്ചോ, ഇതാ ഇത് മാ, മോനൊന്ന് കൂട്ടി വായിച്ച് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് കുഞ്ഞിനുള്ള, അത് ഡീകോഡ് ചെയ്യാനുള്ള കഴിവ് കുഞ്ഞിനുണ്ട്. നിങ്ങൾക്കും ഉണ്ടായിരുന്നു, നമുക്കെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം അങ്ങനെ വന്നതല്ലേ. അപ്പൊ ആരാണ് മനസ്സിലാക്കേണ്ടത്? അധ്യാപകർ. വേറെ ഏത് തൊഴിലിനെ പറ്റി പറ. നമ്മളാണ് അവരെ ഡീകോഡ് ചെയ്യാൻ സഹായിക്കണം. നമ്മളിത് മനസ്സിലാക്കിയില്ലേ പിന്നെ ആര് മനസ്സിലാക്കണം? അവിടെ അമ്മമാരും അച്ഛനും ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്, അവരും മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമുക്ക് റീഡിങ്. ആ റീഡിങ് ചെയ്യുമ്പോൾ റീകോഡ് ചെയ്യണം. എന്താണ് ഞാൻ ഇതുവരെ വായിച്ച അല്ലല്ല, ഇതുവരെ അറിഞ്ഞത് ഇതല്ലേ നമ്മൾ യഥാർത്ഥ അറിയാം. റീകോഡിങ് സിമ്പിൾസ് ടു ഡിറൈവ് മീനിങ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലാംഗ്വേജ് പ്രോസസ്. പിന്നെ റീഡിങ് ഈസ് language acquisition, communication and sharing information and ideas. Yes. കൂടുതൽ വായിക്കുമ്പോഴല്ലേ, ഇപ്പൊ എന്റെ പുസ്തകങ്ങളുണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വേറൊരു ലോകത്തേക്ക് പോകും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് അത് മനസ്സിലിട്ട് ഇത് ഇങ്ങനാണോ, അത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, ഇത് ഇങ്ങനെ മതിയോ, ഇത് ഇങ്ങനെ ആയാലും എന്തിനാണ്, അത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ, ദിസ് ഇസ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഈ തിങ്കിങ് ഇല്ലെങ്കിൽ ഒരു സ്കില്ല് കിട്ടും. അത് നമ്മൾ പറയാൻ പോകുന്നുണ്ട് നെക്സ്റ്റിലാക്കും. ഇപ്പൊ റീഡിങ് എന്ന് പറയുന്ന സാധനം വേണം. റൈറ്റിംഗ്. റൈറ്റിംഗ് എന്താണ്? ഈ സെന്റൻസിനകത്ത് റൈറ്റിംഗ് എന്താണെന്ന് ഒറ്റ നിങ്ങളുടെ രീതി എങ്ങനെ പറയും? ഇതൊന്ന് നോക്കിയേ. വാട്ട് ഈസ് റൈറ്റിംഗ്? ഫ്രം ദിസ് സെന്റൻസ് ഹൗ ഡു യു ഡിഫൈൻ റൈറ്റിംഗ് ഇൻ യുവർ ഓൺ വേർഡ്സ്? Anybody else? Communication ചെയ്യാനുള്ള communicating the ideas. പ്രതീകം, അതായത് അക്ഷരങ്ങളിലൂടെ അറിയിക്കുക നമ്മളെ ആശയങ്ങള്.
ആശയങ്ങള് അക്ഷരങ്ങൾ മാത്രല്ല നമ്പേഴ്സ് ആവാം, ചില ചിഹ്നങ്ങളാവാം. സിംബൽസ്, പ്രതീകങ്ങള്. Yes, that is. Yes. It is the representation of language with symbol. അതാണ് നമ്മുടെ ഭാഷയെ നമ്മൾ സിമ്പൽ കൊണ്ട് എഴുത്തിലൂടെ ആശയവിനിമയം നടത്തുക. യെസ്. എന്തൊക്കെയുണ്ട് റൈറ്റിംഗ്? ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ്, ന്യൂമറിക്സ്, ലെറ്റേഴ്സ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാമർ ചെക്ക് ചെയ്യാം. ഞാനത് ഷെയർ ചെയ്യാം. എങ്ങനെയാണ് ഗ്രാമർ? എല്ലാവർക്കും അറിയാം, ഗ്രാമർ ചെക്ക് അറിയാമോ? എന്ത് ഇങ്ങനൊരു സാധനമുണ്ട്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് നാളെ ഇതെല്ലാം ഉപയോഗിക്കണം. ഗ്രാമർ ചെക്ക് ചെയ്യാൻ പഠിക്കണം. നോക്കട്ടെ. ഹലോ, നമ്മളിതിനകത്തിട്ട് ഞാനത് എടുക്കാൻ എനിക്ക് ചെറിയ പ്രശ്നം വരുന്നു. അവിടെ വന്നു. ഗ്രാമർ ചെക്ക് ചെയ്യാം. ഗ്രാമർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതോടെ എടുക്കുക. എന്നിട്ട് താണ്ട് ഇവിടെ ഇങ്ങനെ എടുക്കുക. ഗ്രാമർ ചെക്ക് ഗ്രാമർ ചെക്ക് ഓൺലൈൻ ഫ്രീ. കാണാമല്ലോ, എല്ലാവർക്കും ഗ്രാമർ ചെക്ക് ഓൺലൈൻ ഫ്രീ. അതെടുക്കുക. നിങ്ങളുടെ ഏത് സെന്റൻസ് എന്താ ഗ്രാമർ ചെക്ക് ഓൺലൈൻ ജിഞ്ചർ സോഫ്റ്റ്വെയർ, അതാണ് എഴുതി വെക്കണമില്ല. ജിഞ്ചർ സോഫ്റ്റ്വെയർ അതെടുക്കുക. എടുത്തിട്ട് ഏത് സെന്റൻസ് ഐ ആം ഫ്രീ എഴുതി വെച്ചിട്ട് തെറ്റുണ്ടോ? ഐ ക്യാപിറ്റൽ അല്ല. Spelling mistake, grammar mistake എല്ലാം. Can you please increase your font size? Can you see? You can zoom in. Zoom in? Do you want to zoom? No. You can zoom Please increase font size. Yes. You can zoom in. Is it okay now? Okay, sir. Yes, sir. Okay. അപ്പൊ അവിടെ പ്രശ്നം തീർന്നു. പറയേണ്ടത് എന്താണോ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് കേൾക്കണം. ചുമ്മാ പറയാം. ഇനി അത് എങ്ങനെ പറയണമെന്നുള്ളത് നമ്മൾ അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചോദിച്ചാൽ ടാസ്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. നെറ്റിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഏതൊരു എസ് എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കാനും അത് സംസാരിച്ചു തരും ഗൂഗിൾ. അങ്ങനെ പഠിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് ഗൂഗിള് തന്നെ സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ട്. പോലെ ടാക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അത് ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും ഗ്രാമർ ചെക്ക് ചെയ്യാൻ പഠിച്ചോ? സർ അതിനുശേഷം പറഞ്ഞൊരു കാര്യം ക്ലിയർ ആയില്ല സർ. ഏത് ഗ്രാമർ ചെക്ക് പറഞ്ഞത് മനസ്സിലായി. അതിനുശേഷം സാർ എന്തോ പറഞ്ഞില്ലേ, അതാണ് എനിക്ക് ക്ലിയർ ആയില്ല. എന്തായിരുന്നു സാർ ഇത്? വായിക്കും, ഗൂഗിൾ വായിക്കും, റീഡ് ചെയ്യും. അതിനകത്ത് ചെറിയ സോഫ്റ്റ്വെയർ ചോദിച്ചാൽ മതി. ഇപ്പൊ എന്റെ അതിനകത്ത് ഇപ്പൊ ഇല്ല, അത് ഞാൻ എടുക്കുമ്പോൾ സമയം എടുക്കും. നമ്മൾ അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടാണ് അത് വായിക്കുന്നത്. അതുപോലെ ടെഡിന്റെ ഒക്കെ തന്നെ സംസാരം കേട്ടാലും പറയും. പക്ഷെ ഇത് എഴുതി വെക്കുന്നത് തന്നെ വായിക്കും. ഞാൻ ചെറിയ നോക്കട്ടെ, ചിലപ്പോൾ എനിക്കത് എന്റെ വർക്ക് നമ്മൾ എഴുതി വെക്കുന്നത് വായിച്ച് കേൾക്കാം. നമ്മൾ എഴുതിയല്ല നേരത്തെ ഉള്ളത്. നമ്മൾ എഴുതി വായിക്കണമെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇത് കണ്ടില്ല, ഓഡിയോ ആയിട്ട് നമുക്ക് കേൾക്കാം. ഇത് കണ്ട ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇതിനകത്ത് ഇപ്പൊ വരുന്നില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടെ റീഡ് ഇറ്റ് എന്ന് പറയും. അപ്പൊ റീഡ് ക്ലിക്ക് ചെയ്താൽ ഇത് പതുക്കെ മൊത്തം ഒന്ന് റീഡ് ചെയ്താൽ അത് നമുക്ക് പറയാൻ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി എളുപ്പം പറ്റുന്ന സാധനം. അത് റീഡ് ചെയ്യും. എങ്ങനെയുള്ള അങ്ങനെ സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കാൻ പഠിക്കും, നമ്മള് കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാൻ പഠിക്കും. അപ്പോഴാണ് യൂസ് ടെക്നോളജി. ഗ്രാമർ ചെക്ക് മനസ്സിലായല്ലോ ഇപ്പൊ എവരിബഡി? ഓക്കെ. ദെൻ തിങ്കിങ് സ്കിൽ. ഞാൻ നിങ്ങൾ പഠിക്കാത്ത
Communication, you should think properly. You are not thinking properly. That is why it is very difficult to you to talk. More about idea than parents. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ, അതിനെ ഞാൻ ഇപ്പോൾ അവസരം തരുന്നു, നിങ്ങൾ കുറച്ചുപേരെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. പെയർ ദി ഐഡിയ ടു അതേഴ്സ് ത്രൂ ഓറൽ ഓർ മീഡിയ. എങ്ങനെയും ചെയ്യാം. ഈ അത് പല പ്രാവശ്യം കയറുന്നല്ലോ. തിങ്കിങ് എന്താണ്? ഷെയർ ദി ഐഡിയ ടു പബ്ലിക്, കളക്ട് യുവർ ഒപ്പീനിയൻ ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. എങ്ങനെ? അപ്പൊ നമ്മൾ തിങ്കിങ് സ്കിൽ ഇല്ലെങ്കിൽ we should think in English or any language. We should, without thinking, we can't speak. ആരാണ് കൊച്ചിനെ കഴിഞ്ഞു? ഒന്ന് കുറയ്ക്ക്. തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, തിങ്കിങ് സ്കിൽ ഒരു പ്രാധാന്യമാണ്. തിങ്ക്, പെയർ, ഷെയർ, കളക്ട് ഒപ്പീനിയൻ, അക്കോമഡേറ്റ് ദി ന്യൂ ഐഡിയാസ്. ഇത്രയാണ് തിങ്ക്. കമ്മ്യൂണിക്കേഷനകത്ത് ഒരു പ്രധാന സാധനമാണ് തിങ്കിങ് സ്കിൽ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്ത് പ്രവർത്തിക്കണം നമ്മൾ ചിന്തിക്കണം. പുസ്തകത്തിൽ വായിച്ചത് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കാതെ നമ്മുടെ സാധനം അങ്ങോട്ട് വായിച്ച് നമ്മൾ തന്നെ പ്രകടിപ്പിക്കണം. ഇങ്ങനെ പ്രകടിപ്പിച്ചാൽ എന്താ, ഇങ്ങനെ ചെയ്താൽ എന്താ, ആ ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾക്ക് വേണം. ഇതിലാണ് തിങ്കിങ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ പ്രധാനമാണ്. പിന്നെ ടെക്നോളജി ഞാൻ പറഞ്ഞു, നമ്മൾ മീഡിയയിൽ കൂടെ നമ്മുടെ ആശയങ്ങളെ പ്രകടിപ്പിക്കാൻ പഠിക്കണം. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. വീഡിയോ ചെയ്യുക, ഫേസ്ബുക്ക് ഉപയോഗിക്കുക, എല്ലാം ഉപയോഗിക്കാൻ പഠിക്കണം. യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ നമുക്കൊരു ചെറിയ കഴിവ് വേണം. നല്ലതിനെയും തെറ്റായതിനെയും അനലൈസ് ചെയ്യാനുള്ള കഴിവ്. അത് നമ്മൾ അത്യാവശ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പകർന്നു കൊടുക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ നോ പറയുന്നതിന് മുമ്പായിട്ട് ഹൗ ടു യൂസ് ദീസ് നെറ്റ് ഓർ മോഡേൺ മീഡിയ എഫക്റ്റീവ്ലി ആൻഡ് ഹെൽപ്ഫുള്ളി. അത് ഒരു ടീച്ചറുടെ കടമയാണ്. ഏത് മീഡിയ, ഇപ്പം ഈ മീഡിയയൊക്കെ അതിനെ കൂടുതലല്ല പറയാനേ പോകും. നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ വാട്സപ്പിൽ കൂടെ അല്ലേ സാധനങ്ങൾ പോലും വാങ്ങിക്കുന്ന വീഡിയോകൾ അല്ലേ? കടയിൽ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം വീട്ടിൽ ഡെലിവറി ചെയ്യത്തില്ലേ? ആയല്ലോ. ആയി. അതിനകത്ത് മോശമായ കാര്യത്തിനും വാട്സപ്പ് ഉപയോഗിക്കാമല്ലോ, ഉപയോഗിക്കാം. അപ്പോൾ അവിടെയാണ് ടെക്നോളജി ആപത്ത് വരുന്ന പോലെ തന്നെ അതിന്റെ 10 മടങ്ങ് പ്രയോജനമാണ്. ആ പ്രയോജനത്തെ ഊന്നൽ കൊടുത്തുകൊണ്ട് അതിലേക്ക് മാത്രം ചായ. പിന്നെ ഏതെല്ലാം ഉപയോഗിക്കാം കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് നിങ്ങൾക്ക് അറിയാവുന്ന നോക്ക്. ഓൾഡ് സ്കൂൾ സിസ്റ്റത്തിനകത്തേക്ക് എത്ര ഇരട്ടിയാണ് ഇപ്പുറത്തെ നോക്കി. ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം. എങ്ങനെ? നിങ്ങൾ ഇപ്പൊ സാറ് പിന്നെ ആമിന നടത്തുന്ന അക്കാഡമിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി എല്ലാവരും അതിനകത്ത് പോസ്റ്റ് ചെയ്താൽ മതി. അതിനകത്ത് എൻ്റെ ലിങ്ക്ഡിൻ പേജ് ഉണ്ട്. ലിങ്ക്ഡിനകത്ത് എനിക്ക് 10,000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. എല്ലാ അധ്യാപകരും ലോകം മൊത്തം ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ ഗുണം? ഇഷ്ടം പോലെ ഷെയർ ചെയ്ത് കിട്ടും. ഫ്രീ ആണ്. ഓരോ ഐഡിയ ഷെയർ ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മുടെ പ്രൊഫഷനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഉപയോഗിക്കാം. മനസ്സിലായാലും അത് ഇതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ സ്പീക്കിംഗ് സ്കിൽ, സെൽഫ് അസസ്മെന്റ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സെൽഫ് അസസ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് സമയം തരിക. ശരിക്കും 1 മണിക്ക് കഴിഞ്ഞു, 10 മിനിറ്റ് കൊണ്ട് ഇനി തീർക്കണം. ഓക്കെ, ഇതിനകത്ത് സെൽഫ് അസസ്മെന്റിനകത്ത് നിങ്ങൾ ചെയ്യാൻ പോകും. ഞാനൊരു വീഡിയോ കാണിച്ചു. ഇനി നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്ന ആദ്യം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ നോക്കട്ടെ. ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ തന്നെ വേണം അതിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വിലയിരുത്താൻ. നിങ്ങൾ പേപ്പറൊക്കെ തയ്യാറാക്കി വെച്ചു അനലൈസ് ചെയ്യാം. അയ്യോ, ആരാണ് അത് സംസാരിക്കുന്നത്? Please mute your voice. Please mute your voice. സംസാരിക്കുമ്പോൾ മാത്രം ഓൺ ചെയ്താൽ മതി ക്യാമറ. ഓക്കെ. ഇത് അവിടുത്തെ ടീച്ചറിന്റെ തന്നെയാണ്. കേൾക്കുക. കേൾക്കാമല്ലോ? Yes, sir. Yes, correct. This is a cap. Children, do you know the person who sells the caps is called as cap seller? What is called as? Yes, cap seller. Children,
നിങ്ങൾ കണ്ടോ? ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കൊണ്ടുപോകുന്നില്ല. നമ്മൾ സ്റ്റോപ്പ് ഇട്ട് വേറെ കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഞാൻ വേറൊന്ന് കാണിക്കുന്നു. ഇപ്പൊ മൂന്നാമത്തെയാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങളത് അനലൈസ് ചെയ്യണം. ഒരു ടീച്ചറിന്റെ ഇത് കാണിച്ചു നിങ്ങൾക്ക്. ഇപ്പൊ 2 ടീച്ചേഴ്സിനെ കാണിച്ചു. ഇനി ഒരു സ്റ്റുഡന്റിലൂടെ കാണിക്കാം. എന്നിട്ട് നിങ്ങൾ അതിനെ വിലയിരുത്തണം. ഒരു ടീച്ചറെ കണ്ടുള്ളൂ. 2 ടീച്ചേഴ്സിനെ കാണിച്ചോ? ഒന്ന് മറ്റേ ഒരാളെ ഞങ്ങൾ കണ്ടു. ഒന്ന് മറ്റേ ആദ്യം കാണിച്ചോണ്ട് സാർ കാണിച്ചല്ലോ ഒരു ടീച്ചറിനെ. അതാണ് സാർ ഉദ്ദേശിച്ചത്. ടീച്ചറെ കാണിച്ചില്ലേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന? ഇത് ടീച്ചർ. ഇപ്പൊ ഞാനിത് കുട്ടി ഇതേ ചെയ്യുന്നുള്ളൂ. ഇത് ടീച്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക. ഈ ടീച്ചർ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അവിടെയാണ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. അതാണ്. കാണുന്നില്ലേ? വോയിസ് കേൾക്കാൻ കാണാൻ പറ്റുന്നു. കാണിക്കുന്നില്ലേ? ഞാൻ ഷെയർ ചെയ്ത തെറ്റാണ്. ഷെയർ ചെയ്യുന്നത് ശരിയാവും. കറക്റ്റായിട്ട് ഷെയർ ചെയ്യണം ഓരോ പ്രാവശ്യം. Children, I am going to transfer the typing activity jug to equal bowls. Can't see now. So we can't see. Can't see? We can hear the voice, but we can see the. We can only see the video. No video. No video. Audio is there, but no video. Okay. Yes, sir. Okay. Okay, sir. I am going to transfer beans from jug to 2 equal bowls. Please watch me carefully. നിങ്ങൾ അറിയാവുന്നതാണ്. ഇതിനകത്തെ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ലാംഗ്വേജിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ലാംഗ്വേജ് Today we have done dry pouring activity, jug to 2 equal bowls. Please practice this activity in your home with some other food grains. ഓക്കെ. കണ്ടല്ലോ ഇത്. ഇനിയുണ്ട് ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ ഓരോ പ്രാവശ്യം കാണിക്കുക. ഇതിനകത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു ബുക്കൊക്കെ എടുക്കുക. എന്നിട്ട് അത് കണ്ട പോലെ നിങ്ങളുടെ ആ പറയുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റിയെ നിങ്ങൾ തന്നെ അസസ് ചെയ്യുക. എന്തൊക്കെയാണ് ഒരു സ്പീച്ച് സ്കില്ല് വേണ്ടത്? കോംപ്രഹെൻഷൻ, എബിലിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തിങ്സ്, പിന്നെ പ്രൊനൗൺസിയേഷൻ. വളരെ വീക്ക് ആണെങ്കിൽ ഐ സ്പീക്ക്, നിങ്ങളെ തന്നെ അറിയാം, ഐ സ്പീക്ക് ബ്ലൈൻഡ്ലി, ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദി കണ്ടന്റ് കോൺടെക്സ്റ്റ്. സന്ദർഭവും കാര്യവും തിരിച്ചറിയാതാണ് ഞാൻ സംസാരിച്ചത്. ഐ സ്പീക്ക് വിത്ത് മിസ്റ്റേക്ക്, അണ്ടർസ്റ്റാൻഡിങ് കണ്ടന്റ്. സാധനം എനിക്ക് മനസ്സിലായി, പക്ഷെ സംവാട്ട് ക്ലിയർ, കുറച്ച് ക്ലിയർ ആയി, ബട്ട് ഗ്രാമാറ്റിക്കലി പുവർ. അങ്ങനെ സാറ്റിസ്ഫൈഡ് ലെവലേ ആവുള്ളൂ. വുഡ് ആണെങ്കിൽ ഐ സ്പീക്ക് വിത്ത് ലിറ്റിൽ മിസ്റ്റേക്ക്, അണ്ടർസ്റ്റുഡ് ദി കണ്ടന്റ് ആൻഡ് കോൺടെക്സ്റ്റ്. സന്ദർഭവും വിഷയവും വ്യക്തമായിട്ട് മനസ്സിലായി. വെരി ഗുഡ് ആണെങ്കിൽ ഐ സ്പീക്ക് വിത്തൗട്ട് മിസ്റ്റേക്ക്, അണ്ടർസ്റ്റുഡ് ദി കണ്ടന്റ് ആൻഡ് കോൺടെക്സ്റ്റ്. എക്സലന്റ് ആണെങ്കിലോ ഐ സ്പീക്ക് ഫ്ലുവന്റ്ലി വിത്തൗട്ട് എനി ഗ്രാമർ മിസ്റ്റേക്ക്. അല്ല ഇത് സർ ഓരോ കുട്ടിയും
ടീച്ചേഴ്സ് അവര് ചെയ്യുന്നതിനെ കുറിച്ചാണോ, അവർ സ്വയം അവര് ചെയ്യുന്നതിനെ തന്നെ കുറിച്ചാണോ? assess അല്ലെ, ചെയ്യണം. അവര് തന്നെ assess ചെയ്യണം. അവർ തന്നെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവരൊരു ടോപ്പിക് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം ആ ഒരു ടോപ്പിക് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് കണ്ടിട്ട് അവർ അവര് തന്നെ സ്വയം വിലയിരുത്തണം. യെസ് എങ്കിലേ അസസ് നമുക്ക് ചെയ്തിട്ട് അതിന്റെ കോൺഫിഡൻസ് വരണമെങ്കിൽ ഇത് എഴുതുന്നതാണല്ലേ. ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ അവരത് എഴുതിയെടുത്തോട്ടെ അല്ലേ. ഫോട്ടോ സ്ക്രീൻ അങ്ങ് എടുത്തോ. സ്ക്രീൻ എടുക്കാത്തൂടെ എല്ലാവർക്കും? സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. പിന്നെന്താ, അതൊക്കെയല്ലേ നിങ്ങളുടെയൊക്കെ പണി. എഴുത്തല്ലല്ലോ, സ്ക്രീൻഷോട്ടാണ് എല്ലാവർക്കും എളുപ്പം. എന്നിട്ട് അത് വെച്ച് എഴുതിയെടുക്കണം പിന്നെ, കേട്ടോ. എല്ലാം എഴുതി എടുത്തോ? ഓക്കെ. ഇനി അടുത്ത 2 എണ്ണം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഫ്ലുവൻസി, അസെന്റ്, ഗ്രാമർ. ഫ്ലുവൻസി, അസെന്റ് ആൻഡ്. ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ടല്ലോ മനസ്സിലായി. ഇടയ്ക്ക് പോവുകയും വരികയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. That's what sir I told you already. Because they are housewives, they are having so many. But I think they should spend some time because it is for it is the future of the child. That is the most important. Okay. Short എടുത്തല്ലോ എല്ലാവരും. ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ക്ലാസ്, ഓൺലൈൻ ക്ലാസ് കൊണ്ടുപോകണ്ട ഇങ്ങനെ. അല്ലാതെ നിങ്ങൾ ആരും കാണാതിരിക്കുക, കാണാൻ നിങ്ങൾക്കും അതിന്റെ അവസരം തന്നെയും ഏതൊരു ക്ലാസ്, ഏതൊരു പ്രവൃത്തി ഇന്ററാക്റ്റീവ്. ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയമാണ്. അതിന് 10 മിനിറ്റ് ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരുപാട് സമയം എടുത്തു. കാരണം നിങ്ങളുടെ ഓരോ റെസ്പോൺസ് വെച്ചാണ് സമയം കൂടുതൽ എടുത്തത്. റെസ്പോൺസ് കുറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. എന്തായാലും ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞത്. ഇനി നമ്മൾ കൊളാബറേഷൻ, അതുകൂടാണ് ഇന്നത്തെ പരിപാടി. കമ്മ്യൂണിക്കേഷനകത്ത് എന്തെല്ലാം സംശയമുണ്ട്, അതിന്റെ മെത്തേഡ് പറഞ്ഞു, സ്വന്തമായിട്ട് അളക്കാൻ പഠിപ്പിച്ചു, കുറെ വീഡിയോ കാണിച്ചു. പറഞ്ഞു നിങ്ങൾ അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ വീഡിയോ എനിക്ക് അയച്ചു തരണം, സെൽഫ് അസസ്മെന്റ് ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യുന്നത്. സർ വീഡിയോ അയക്കാന്ന് പറയുമ്പോ എന്തിന്റെ വീഡിയോ ആണ് സർ ഉദ്ദേശിച്ചത്? അവർ തനിയെ ചെയ്തിട്ട് അവർ വീഡിയോ റെക്കോർഡ് ചെയ്യണം. അവരുടെ സംസാരം റെക്കോർഡ് ചെയ്ത് നല്ലതാണെന്ന് തോന്നുന്ന മാത്രം അയച്ചാൽ മതി. നിങ്ങൾ തന്നെ ടോപ്പിക് എടുത്തോ, നിങ്ങൾ പഠിപ്പിക്കാനുള്ള ടോപ്പിക് എടുത്തോ. നിങ്ങൾ പഠിപ്പിക്കാനുള്ള ടോപ്പിക് ആദ്യം എന്താ ചെയ്യേണ്ടത്? മിററിന്റെ ഫ്രണ്ടിൽ ചെയ്യണം, പിന്നെ മൊബൈൽ ക്യാമറയുടെ ഫ്രണ്ടിൽ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അത് നോക്കി ഈ പറയുന്ന അസസ് ചെയ്യണം. അസസ് ചെയ്തിട്ട് മാറ്റി വീണ്ടും റെക്കോർഡ് ചെയ്യണം. സൗണ്ട് എല്ലാം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വേറൊരാൾ നാളത്തെ ക്ലാസ്സുകൾ ഇങ്ങനെ ആയിരിക്കും. നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനത്തെ ക്ലാസ്സുകളാവില്ല. അതിനകത്ത് ഓഗമെന്റഡ് റിയാലിറ്റിയുടെ കയറി വരും. കാരണം നിങ്ങൾ അവരുടെ മുന്നിൽ നിന്ന് പഠിപ്പിക്കുന്നതായിട്ട് കുട്ടികൾക്ക് തോന്നും. ഏറ്റവും വലിയ ഗുണം എന്താണ്? ഇവിടെ നമ്മുടെ സ്കൂൾ ക്ലാസ്സിന്റെ ഗുണം എന്താ? ഒരു ടീച്ചർ ഒരിടത്ത് നിൽക്കുന്നു, ആ ടീച്ചറെ എല്ലാവരും കാണും. ഇതൊക്കെയല്ല, 100 കുട്ടികൾ 100 കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ 100 കമ്പ്യൂട്ടറിൽ നിങ്ങൾ ആ 100 പേരുടെ എടുത്ത് 100 ഇമേജ് ആണ് സൃഷ്ടിക്കുന്നത്. അതാണ് ഓഗമെന്റഡ് റിയാലിറ്റിയുടെ ഗുണം. ഞാൻ പറഞ്ഞ മനസ്സിലായി ഒറ്റയടിക്ക്? അപ്പൊ കുട്ടികൾക്ക് എളുപ്പമാണ് ടീച്ചറിനെ കണ്ട് സംസാരിക്കാൻ, നേരിട്ട് കണ്ട്. ടീച്ചർ അവിടെ പോയി നിന്ന് പഠിപ്പിക്കുന്നതായിട്ട് തോന്നുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ മതിയോ? ഏതായാലും ഒരു ക്ലാസ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ അല്ലേ സർ? പിന്നെ അതാണ് നമുക്ക് ചെയ്യേണ്ട ജോലി. ഏതായാലും സ്വയം കേട്ടു നോക്കണം. കേട്ട് നോക്കിയിട്ട് എത്രമാത്രം ഉണ്ടെന്ന് കിട്ടണം. എങ്കിലേ പറ്റും. അല്ലെ നമ്മള് 1 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് എന്റെ പാട്ടിന് ഞാനും പോകും, നിങ്ങളുടെ പാട്ടിന് നിങ്ങളും പോകും. ആംബുലൻസിനെ എനിക്ക് അറിയാം. കാരണം അത് ഒരു ഹോണസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അത് ഫലം വേണം എന്തായാലും. കാരണം അതിനേക്കാൾ വലിയ പേര് നിങ്ങളെ കൊണ്ടാണ് അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടത്. അപ്പൊ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിനകത്ത് ഞാൻ കുറെ ശ്രദ്ധിക്കാറുണ്ട്. എന്തായാലും ചോദിക്കാനുണ്ടോ കമ്മ്യൂണിക്കേഷൻ? പക്ഷേ ക്ലാസ് അവസാനിക്കുന്ന മുമ്പ് എനിക്ക് പറയാൻ പറ്റുന്ന ടിപ്പ് ഞാൻ പറയാം സാർ. തരാണെങ്കിൽ അല്ല, എനിക്ക് ഒന്നുകൂടെ 20 മിനിറ്റോടെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് അത് വെച്ചോണ്ടിരിക്കണ്ട. ഓക്കെ സാർ, ഞാൻ പറയാം.
ഓക്കെ, നമുക്ക് ഇത് ലിസണിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് നിലവിലെ നമ്മളെ കുട്ടികൾക്ക് ഇപ്പൊ അധികം പേരെന്തെങ്കിലും പാരന്റ്സ് ആണല്ലോ, അപ്പൊ അവരെ മക്കൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം ഒരുപാട് പുതിയ സ്റ്റുഡൻസ് ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് എന്റെ ലൈഫിൽ, അതായത് എന്റെ മോളെ ചെയ്ത ഒരു കാര്യമാണ് എനിക്ക് ഇതിലൊരു ടിപ്പായിട്ട് പറയാനുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല്, കുട്ടികൾ എന്തായാലും നമ്മൾ കാർട്ടൂൺ കാണും, നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും അവര് കാർട്ടൂൺ കാണുകയും ചെയ്യും. അപ്പൊ അതിൽ ഏറ്റവും നല്ലത് ഇംഗ്ലീഷ് കാർട്ടൂൺസ് കാണാൻ അവർക്ക് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, ഇംഗ്ലീഷ് കാർട്ടൂൺസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മലയാളം വേണ്ടെന്നല്ല, കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കണ്ടോട്ടെ, പക്ഷെ ഇംഗ്ലീഷ് കാർട്ടൂൺ ആണെങ്കിൽ അവരത് കണ്ട് വീണ്ടും വീണ്ടും പലതും അതിന്റെ കണ്ടോണ്ടേയിരിക്കുമ്പോൾ, ഒരു സീരീസ് ആയിട്ട് കണ്ടോണ്ടേയിരിക്കുമ്പോൾ പുതിയ വേർഡ്സും അത് അമേരിക്കൻ ആക്സന്റ് ആണെങ്കിലും ബ്രിട്ടീഷ് ആക്സന്റ് ആണെങ്കിലും അതുപോലെ സംസാരിക്കാൻ അവർക്ക് അതിനെ കൊണ്ട് കഴിയും. കാരണം ഞാൻ പറയാൻ കാരണം, എന്റെ മോള് ഇപ്പൊ 9 വയസ്സായിട്ടുണ്ട്. അവള് ഒരു 6-7 വയസ്സായ സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, ഗൾഫിലായിരുന്നു. ആ സമയത്ത് അവൾക്ക് മിണ്ടാനും പറയാനും ആരുമില്ല. അപ്പൊ നമ്മളൊക്കെ അധിക സമയം മക്കളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ലല്ലോ. അപ്പൊ അവൾ എങ്ങനെയാണ് അവള് ഇംഗ്ലീഷ് കാർട്ടൂൺ കാണാൻ തുടങ്ങിയതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അവള് തന്നെ അതിൽ ഇങ്ങനെ കണ്ടിട്ട് ഇപ്പൊ അവള് ഭയങ്കര ഫ്ലുവന്റ് ആണ് ഇംഗ്ലീഷ്. ഇപ്പൊ അവള് എന്തെങ്കിലും പറയുമ്പോ ഞാന് എന്താ ഒന്നുകൂടി പറയാന്ന് ഞാൻ പറയാറാണ്. അത്രയും എനിക്കും പോലും മനസ്സിലാകുന്ന നല്ല രീതിയിൽ അവള് നല്ല അമേരിക്കൻ ആക്സന്റ് ആണ് അവള് സംസാരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, കുട്ടികൾ എന്തായാലും കാർട്ടൂൺ കാണും. അപ്പൊ ആ സമയത്ത് ഇംഗ്ലീഷ് കാർട്ടൂൺ ഇട്ട് കൊടുത്താൽ അവർക്ക് അത് വഴിയിട്ട് ആ സംസാരത്തിന് അവരതുപോലെ തന്നെ അതേ സ്ലാങ്ങിൽ നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും പറ്റും എന്നുള്ളത് ഒരു ഞാനിപ്പോ എല്ലാവരോടും പറയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുത്താൽ ഒരു നല്ലൊരു കാര്യമായിരിക്കും എന്ന് എന്റെ ഒരു അഭിപ്രായം. ഞാനൊന്ന് ആഡ് ചെയ്യുന്നു. ആർക്കെങ്കിലും ആഡ് ചെയ്യണ്ടോ അതിന്റെ കൂടെ? ആരിഫയുടെ കയ്യിൽ കുഞ്ഞിരിപ്പുണ്ട്. ഈ കുഞ്ഞിനെ ആരിഫ ചെയ്യേണ്ടത് ഇപ്പൊ മജിദ പറഞ്ഞ പോലെ തന്നെ നമ്മളും അതിന്റെ ഭാഗമായി രസിക്കാനിരുന്നാൽ എളുപ്പം പഠിക്കും. എനിക്ക് ഹിന്ദി അറിയില്ല, എന്റെ മോൾക്ക് അറിയാം, കാരണം കൊച്ചിലെ ഹിന്ദി കാർട്ടൂണായിരുന്നു ഏറ്റവും നല്ല സുന്ദരമായിട്ട്. അവരുടെ കൂടുതൽ ഏറ്റവും പുതിയ മെത്തഡോളജി എന്താന്ന് വെച്ചാൽ ലേൺ വിത്ത് ചൈൽഡ്. ഏറ്റവും നല്ലതാണ്, കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കലാണ് ഇന്നത്തെ പെഡഗോജി, അത് ആർട്ട് ഓഫ് ടീച്ചിങ്. പെഡഗോജി പറഞ്ഞാൽ ആർട്ട് ഓഫ് ടീച്ചിങ്. സുഹൈദ എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, വെരി ഗുഡ്. അവർ കേൾക്കട്ടെ. എന്നാ പറഞ്ഞ ഇപ്പൊ എന്നോട് അഭിനന്ദിച്ചു പറഞ്ഞു, ആ കുഞ്ഞുങ്ങളും കേൾക്കട്ടെ, അമ്മ എന്താണ് ചെയ്തതെന്ന് കുഞ്ഞുങ്ങൾ അറിയണം. അത് അമ്മ പഠിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാതിരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. അതൊരു ഭയങ്കര നിങ്ങൾ അറിയാൻ വയ്യാത്ത, ഇപ്പം പിന്നെ മജിദ പറഞ്ഞ പോലെ തന്നെയാണത്. വി ഷുഡ് ആൾസോ ജോയിൻ വിത്ത് ദി സ്റ്റുഡന്റ്, എൻജോയ് ദി കാർട്ടൂൺ and imitate and help him to imitate, and we should enjoy and encourage. That is the best method for learning language and confidence in speaking. Is it clear? എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? ഇത് അടുത്തതായിട്ട് ഞാൻ കിടക്കട്ടെ, 20 മിനിറ്റ് ആണ് തീർക്കണം, കാരണം 4 മണിക്ക് എനിക്ക് ചെറിയൊരു ക്ലാസ് ഉള്ളതാണ്. നാളെ ഇപ്പൊ തീരും. ഇനി നമുക്ക് വേണ്ട ഇതാണ് കൊളാബറേഷൻ. ഇതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കോൺഫിഡൻസും. നമ്മൾ കൊളാബറേറ്റ് ചെയ്യണം. എന്താണ് കൊളാബറേഷൻ? ഇതില്ല നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ. കുടുംബജീവിതം പോലും നടക്കത്തില്ല കൊളാബറേഷൻ. ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതാണ് ഞാനും പറഞ്ഞു, ഞാൻ കൗൺസിലറാണ്. ഇവിടെ ഒരുപാട് കേസ് വരുന്നതുകൊണ്ട് ഡൈവേഴ്സ് ഒരാഴ്ച കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ട്, നിവർത്തിയില്ലാതെ. കാരണം ഈ പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കൊളാബറേഷൻ പല വീടുകളിലും കാണുന്നില്ല. പല കാര്യങ്ങളും അതിനകത്തൊക്കെ നമ്മുടെ ചില ചിന്താഗതിയിലാണ് മിക്കവാറും അല്ല, ഞാൻ കണ്ട എൻ്റെ 99% ദി വേ ദേ ആർ ബിലീഫ് സിസ്റ്റം, കസ്റ്റംസ് കൊണ്ട്, റിലീജിയസ് ഫീലിങ്സ് കൊണ്ട്, മറ്റു വളർന്നു വന്ന സാഹചര്യം കൊണ്ട്, ഇതെല്ലാം. പക്ഷെ ഓപ്പൺ എൻകറേജ്മെന്റ് ആൻഡ് ഡിസ്കഷൻ വിൽ എൻകറേജ് യുവർ കോൺഫിഡൻസ്. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ഈ പറയുന്ന ടീച്ചിങ്ങിനകത്ത് കുറേ നിങ്ങളെ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾ എളുപ്പം കയറി വരും. കുഞ്ഞുങ്ങളെ നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരെളുപ്പം കയറും. ദാറ്റ് ഈസ് ദി ബെസ്റ്റ് വൺ. വർക്കിംഗ് വിത്ത് അതേഴ്സ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഡെവലപ്പിംഗ് ഏരിയസ് ഓഫ് എഡ്യൂക്കേഷൻ. അതിനാണ് CBSE കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാം, ലേണിംഗ് ഹബ് ഉണ്ടാക്കണം. ഒരു 5 സ്കൂളിൽ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നാണ്. നമ്മുടെ നാട്ടിൽ എത്രമാത്രം പ്രായോഗികമാണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. But what does it mean for the role of teachers in class? ഈ പറയുന്ന കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സ്കില്ലാണ്. ഗുഡ് കൊളാബറേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയേ. ലിസൺ ഇന്റൻസ്ലി, വളരെ അഗാധത്തിൽ നല്ലപോലെ ലിസൺ ചെയ്യുക ബാക്കിയുള്ളവരെ.
കൺസിഡർ ദി വ്യൂ ഓഫ് അതേഴ്സ്. ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളെയും അവരുടെ ചിന്താഗതിയെയും കൺസിഡർ ചെയ്യാൻ പഠിക്കുക. കം അപ്പ് വിത്ത് ഐഡിയാസ്, പുതിയ ഐഡിയാസ് വരിക. ദാറ്റ് ഈസ് സോൾവിംഗ് ദി പ്രോബ്ലം ആൻഡ് അച്ചീവിംഗ് ദി കോമൺ, ഒരു കോമൺ ഗോൾ. എവരെയാണ് കൊളാബറേറ്റേഴ്സ് നമ്മൾ പറയുന്നത്. സംഘടിച്ചല്ലാതെ മനുഷ്യ ഒരു ചുക്ക് നേടാൻ പറ്റില്ല. പ്രത്യേകിച്ച് ടീച്ചിങ് സംഘടിച്ചുള്ള ഗുണം എന്താണ്? കുട്ടികൾക്കാണ് ഫലം. ഇപ്പൊ എനിക്കറിയാവുന്ന മോണ്ടിസോറി മെത്തേഡ് ഞാൻ ആമിനിമിസുമായിട്ട് സഹകരിക്കുമ്പോൾ ആമിനിമിസ് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഞാൻ ചെയ്യുന്നതിനേക്കാൾ ബെറ്ററാണ്. Why can't I consider that? It is helping me to be better than whatever I was before. അവിടെയാണ് നമുക്ക് കിട്ടുക കൊളാബറേഷൻ. കൊളാബറേഷനകത്ത് ഈ വർക്ക് പ്ലേസ്, ഏതൊരു വർക്ക് പ്ലേസ്, ഏതൊരു തൊഴിലായാലും മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാതെ ടീം വർക്ക് ഇല്ലാതെ നമുക്ക് നത്തിങ് ഈസ് പോസിബിൾ ഇൻ ദി വേൾഡ്. ഷെയർ പ്രോസസ്, ഐഡിയാസ് ആൻഡ് നോളജ്. നമ്മുടെ ടീച്ചിങ്, നമ്മൾ ഈ പറയുന്ന എല്ലാ സ്കൂളിലും മോണ്ടിസോറി മെത്തേഡിലാണ് ഇല്ലാത്തത്. ടീച്ചേഴ്സ് റൂം ഇല്ല. ടീച്ചേഴ്സ് റൂമിന്റെ സ്റ്റാഫ് റൂമിന്റെ ഗുണം എന്താ അറിയോ? സബ്ജക്ട് ബേസ്ഡ് ആണ് സ്റ്റാഫ് റൂം. പിന്നെ സബ്ജക്ട് ചിന്താഗതം തന്നെ നടക്കണമാണ്. അത് നടക്കുന്നില്ലെങ്കിൽ അത് ആ ടീച്ചേഴ്സിന്റെ കുഴപ്പം തന്നെയാണ്. കാരണം ഷെയർ ചെയ്യണം. ഞാൻ 1ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ച ഇങ്ങനെ റെസ്പോൺസ് കിട്ടിയത് ഒരു എക്സ്പീരിയൻസ് ടീച്ചർ പറയും, ടീച്ചർ അത് ഇങ്ങനെയും വരാൻ വഴി. ഇപ്പൊ തന്നെ നമ്മുടെ മജിദ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു എക്സ്പീരിയൻസ്. ദാറ്റ് ഈസ് ഷെയറിംഗ്. ദാറ്റ് വി വാണ്ട്. ദാറ്റ് ഈസ് കൊളാബറേഷൻ. ഈ കൊളാബറേഷൻ ഉണ്ട് നമുക്ക് വളരാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് വളരാൻ പറ്റില്ല. നമുക്ക് ടീച്ചർ മസ്റ്റ് കൊളാബറേറ്റ് ആൻഡ് ഷോ ദാറ്റ് വൺ ത്രൂ കൊളാബറേഷൻ വി ആർ coming to the success or more than that. So that is the most important skill that a teacher must acquire is collaboration. Collaborate with fellow teachers, collaborate with the outside teachers, collaborate with the teachers of outside country. I will show you how it is possible. അവിടെയാണ് ഷെയർ പ്രോസസ്. അതിനകത്ത് വേറെ ഒന്നാണ് കൊളാബറേഷൻ സ്കിൽ. എന്തൊക്കെയാണ്? ഇന്റർപേഴ്സണൽ സ്കിൽ. മറ്റുള്ളവരുമായിട്ട് ട്രസ്റ്റ്, അവരുമായിട്ടൊരു ട്രസ്റ്റ് സ്ഥാപിക്കുക. കോമൺ ഗ്രൗണ്ട് ഉണ്ടാക്കുക. കോമൺ ഗ്രൗണ്ട് നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആണെങ്കിൽ മോണ്ടിസോറി ടീച്ചേഴ്സ്, ആ പറയുന്ന ഗ്രൗണ്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ. അതായിരിക്കും നിങ്ങൾ ഷെയർ. ഹാവ് എംപതി, ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ്. പിന്നെ വേണ്ടത് ഹൗ ടു ബി എനി ടൈം, ദാറ്റ് ഈസ് ഹൗ ടു വർക്ക് ഇൻ എ ഗ്രൂപ്പ് എനി ടൈം. ആക്റ്റീവ് ലിസണിങ് പറഞ്ഞു കഴിഞ്ഞു. ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഞാൻ ആ കൊളാബറേഷൻ ആണ് ഉദ്ദേശിക്കുന്ന. ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കണം നിങ്ങളുടെ. ആൻസറിങ് ആൻഡ് എക്സ്പ്രസിങ് ഐഡിയാസ് ആൻഡ് തോട്ട്. ഇപ്പൊ മജിദ പറഞ്ഞില്ലേ, ആ ഐഡിയയും തോട്ടിനെ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് കൊളാബറേഷൻ. ബോഡി ലാംഗ്വേജ് കറക്റ്റ് ആയിരിക്കണം. എഗ്രിയും ഡിസഗ്രിയും റെസ്പെക്ട്ഫുള്ളി. ഡിസഗ്രി ആണെങ്കിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ട്, അങ്ങനെയാണ് പറയുന്നത്. കോംപ്രമൈസിങ് ആൻഡ് നെഗോഷിയേഷൻ. ഇതൊരു ടീച്ചറുടെ വളർച്ചയ്ക്ക് അത്യാവശ്യം. ഈ വളർച്ച ഇല്ലാത്തതാണ്. എത്രമാത്രം പൊട്ടൻഷ്യലുള്ള ടീച്ചേഴ്സാണ് മലയാളിലെങ്കിലും പുറകോട്ട് വരാത്തതിന്റെ കാരണമില്ല. ഞാൻ മനസ്സിലാക്കി 39 years എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. ഈ കൊളാബറേഷൻ മനസ്സ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വളരാറില്ല. കാരണം ഐ ഷുഡ് പൊസസ് an ഐഡിയ, ബട്ട് വെൻ ഐ ആം ഗോയിങ് ടു ഷെയർ, ടീച്ചർ മാത്രം അങ്ങനെ പോയാൽ എങ്ങനെ? ഈ പറയുന്ന സിസ്റ്റം നമ്മളെ തളർത്തുകയുള്ളൂ. ഇത് കുട്ടികൾക്ക് നഷ്ടം, നമുക്കല്ല നഷ്ടം. നമുക്ക് നഷ്ടമാണ്, നമ്മൾ വളരില്ല. നമ്മൾ തുച്ഛമായ ശമ്പളത്തിൽ വീണ്ടും വീണ്ടും ജോലി ചെയ്യും. കാരണം we are not using the opportunity in a proper way. At the same time, we are not getting any kind of collaboration from others. So as you are the teacher, you should also take it care. I must to learn, I must to produce, I must to communicate. So it is my responsibility and duty to help others too. ബാക്കിയുള്ളവരെ സഹായിക്കേണ്ട എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് തോന്നിയാലേ വരൂ. ടീം വർക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. ടുഗദർ, ഹൗ ടുഗദർ മോർ, വെൻ ടു ലീഡ് ആൻഡ് വെൻ ടു ലെറ്റ് അതേഴ്സ് ലീഡ്. നമ്മൾ മാത്രമല്ല ബാക്കിയുള്ളവരെയും സഹായിക്കുന്നതിന് ടീം വർക്ക്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ടീം വർക്ക് ഒക്കെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മൾ ആരോടും ആരും കമ്മ്യൂണിറ്റി ചെയ്യില്ലെങ്കിൽ നമുക്ക് അതിനാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കിട്ടുന്നത്. ദാറ്റ് ഈസ് വി ഷുഡ്. നമുക്ക് കിട്ടുക നമ്മൾ അതുപോലെ കൊടുക്കുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു ലിസണർ ആകണമെന്ന് പറയുന്നത്, കുട്ടികളിലായാലും ആരായാലും. പിന്നെ വേണ്ട പ്രൊജക്റ്റ് ആൻഡ് പ്രൊജക്ട്. പ്രൊജക്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഗോൾ സൃഷ്ടിക്കുക. ഈ പറയുന്ന പാഠഭാഗം അല്ലെ ഈ വർഷം, ഈ മാസം, അല്ലെ ഈ ദിവസം ഞാൻ ഇന്നത് ചെയ്തിരിക്കും, എനിക്ക് ഇന്ന വേണം, ഞാൻ ഇന്ന അങ്ങോട്ട് കൊടുക്കണം, ഒരു ഗോൾ വേണം. ക്രിയേറ്റിംഗ് ടൈം ലൈൻ. എപ്പോൾ തീർക്കാനാണ്? ഇന്ന സമയം, ഈ വർഷം തീർക്കാനാണ്. അപ്പൊ എല്ലാ ടീച്ചറും ഒന്നിരിക്കണം.
ഞാൻ എന്താണ് MES-ലൊക്കെ കേട്ടിട്ടുണ്ട്, സാറേ ഞാൻ എൻ്റെ ജോലി ചെയ്തു, എൻ്റെ പാഠം ഞാൻ പഠിപ്പിച്ചു, അതുകൊണ്ടെന്താ ഗുണം? ഇതെല്ലാവരും ചെല്ലുമ്പോഴേ കുട്ടിയാവുള്ളൂ, അല്ലെ എങ്ങനെയാകുന്നത്? അവന്റെ വളർച്ച കഴിഞ്ഞാൽ എല്ലാവരും. അപ്പൊ എല്ലാ ടീച്ചേഴ്സിനും കോർഡിനേഷൻ ഉണ്ടാവണം. പിന്നെ ഞങ്ങളൊരു മെത്തഡോളജി എൻ്റെ JP അക്കാഡമി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പീരീഡിന്റെ മാത്തമാറ്റിക്സ് ടീച്ചർ, സെക്കൻഡ് പീരീഡിൽ ഇംഗ്ലീഷ് ടീച്ചർ കയറുവാണെങ്കിൽ മാത്തമാറ്റിക്സ് പഠിപ്പിച്ച് നിർത്തിയ പാഠഭാഗങ്ങളിൽ നിന്ന് വേണം ഇംഗ്ലീഷ് തുടങ്ങാൻ. പറ്റുമോ? പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, എല്ലാം പറ്റും, ഏതായാലും പറ്റും. അത് നമ്മൾ ഇനി പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അല്ലെ കുട്ടികൾക്ക് പോറാ, ആ ടീച്ചർ ഒന്ന് പഠിപ്പിച്ച് അത് തികച്ചില്ല, അതിനുമ്പ് വേറെ വന്നു. നോ, ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദേർ. ദാറ്റ് ഈസ് അവർ കോർഡിനേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് എല്ലാവരും ഇരുന്നിട്ട് കോർഡിനേഷൻ ഉണ്ടാക്കണം. അതാണ് ഒരു അക്കാഡമിക് പ്ലാൻ എന്ന് വിളിക്കുന്നത്. അല്ല ഒന്നാമത്തെ പീരീഡ് ഇംഗ്ലീഷ്, രണ്ടാമത്തെ പീരീഡ് പിന്നെ സോഷ്യൽ സയൻസ്, അടുത്ത പീരീഡ് പിന്നെ മാത്തമാറ്റിക്സ് എന്നല്ല പോകേണ്ടത്. ആക്ച്വലി ദർ ഇസ് നോ ഡിഫറൻസ്, കാരണം എല്ലാം ഒന്നിച്ച് തന്നെ ആണ്, ഡിഫറൻസ് ഇല്ല. അപ്പൊ അതിന്റെ ഒരു കോർഡിനേഷൻ, അത് ടീം വർക്ക് തന്നെയാണ്. പിന്നെന്താണ് വേണ്ടത്? ക്രിയേറ്റിംഗ് ടൈം ലൈൻ, അസൈനിങ് ജോബ്സ്, ആരൊക്കെ ഏതൊക്കെ എപ്പോഴൊക്കെ ചെയ്യണം, ബീയിങ് റെസ്പോൺസിബിൾ ഫോർ എ ജോബ്, അത് വേണം. ഇത് വീട്ടിലും വേണ്ടതാണ്. സ്വന്തം വീട്ടിൽ ഭാര്യ ഭർത്താക്കളും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളും തമ്മിൽ ഇങ്ങനെ സിസ്റ്റം ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ടീം വർക്ക്, ഒരു പ്രൊജക്റ്റ് ആണ്. ഫൈൻഡിങ് റിസോഴ്സസ്, ഇപ്പൊ തന്നെ ടീച്ചർ പഠിക്കുന്നു, അപ്പൊ മക്കളും ഭർത്താവും ഇതിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതൊരു പ്രൊജക്റ്റാണ്. ടീച്ചർ നല്ലൊരു ടീച്ചർ ആവുകയും ചെയ്യും. ഫൈൻഡിങ് റിസോഴ്സസ്, ആവശ്യമുള്ള ഇപ്പൊ കണ്ടാൽ ഇത് അമ്മയ്ക്ക് കൊടുക്കാമല്ലോ, അമ്മയ്ക്ക് പഠിപ്പിക്കാൻ കൊള്ളാം എന്ന് കുട്ടി തോന്നണം. അതുപോലെ തിരിച്ചു തോന്നും, ഇത് മോക്ക് കൊള്ളാം, മോക്ക് കളിക്കാൻ കൊള്ളാം, അല്ലെ അവർക്ക് പഠിക്കാൻ കൊള്ളാം, അല്ലെ അവർക്ക് സൗന്ദര്യവർദ്ധനം, എന്തിന്? ദാറ്റ്സ് എ ടീം വർക്ക്. മീറ്റിംഗ് ദാറ്റ് ലൈൻ, എപ്പോഴാണ് തീർക്കേണ്ടത്, ആൻഡ് ബീയിങ് ഫ്ലെക്സിബിൾ. ഇതാണ് ഒരു കൊളാബറേഷന്റെ പ്രധാനപ്പെട്ട ഘടകം. ഇനിയും നമുക്ക് പുതിയ കൊളാബറേഷൻ ഏതാണിത്? ഡിജിറ്റൽ കൊളാബറേഷൻ പഠിക്കാം. ഇതെല്ലാം നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾ എന്താണെന്ന് നോക്കി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ ഇനി കൊളാബറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊളാബറേഷൻ തന്നെയാണ്. ഇപ്പോൾ ഡിജിറ്റൽ കൊളാബറേഷനാണ് ചെറിയ പ്രൊജക്റ്റുകൾ. ഇപ്പൊ ടീച്ചർ ഇപ്പൊ എന്നെ ഏൽപ്പിച്ചത് ഒരു കുറച്ച് പ്രൊജക്റ്റ്, നിങ്ങളെല്ലാം ഇതൊരു കൊളാബറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ഡിസ്കഷൻ ബോർഡ് ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. ചാറ്റ് റൂം, ഇവിടെ ചാറ്റ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങളാരും ചെയ്തില്ല. പിയർ ഇവാലുവേഷൻ, അത് മൂന്നും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഡിജിറ്റൽ കൊളാബറേഷൻ ഡിജിറ്റൽ മെത്തേഡിൽ കൂടെ, ഡിജിറ്റൽ മീഡിയയിൽ കൂടെ ഇതെല്ലാം നടത്താൻ വെച്ചാൽ നടത്തും. എങ്ങനെയൊക്കെ നടത്താൻ പറ്റും നോക്കൂ. ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേ, ഇതാ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണാം, നിങ്ങൾ എന്നെ കാണാം. ഇത് കാണാതിരുന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്, നമുക്കൊരു ഇന്ററാക്ഷൻ കറക്റ്റ് നടക്കത്തില്ല. വീഡിയോ കോൺഫറൻസ്, ഇതാണ് കാണിക്കുന്നത്. ഹോട്ട് ഡെസ്കിംഗ്, ഹോട്ട് ഡെസ്കിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ വിഷയം എടുത്തിട്ട് ഓടിക്കൊണ്ടുവന്ന് അന്നേരം തന്നെ ചർച്ച ചെയ്യുന്ന രീതി. ഹഡിൽ റൂം, ഹഡിൽ റൂം എന്ന് വെച്ചാൽ പ്രത്യേകം സജ്ജീകരിച്ച റൂമിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്, റെക്കോർഡിംഗ് സ്റ്റുഡിയോ. ഹഡിൽ റൂം എന്ന് വെച്ചാൽ ഈ മീഡിയാസ് വൈകിട്ട് കാണുന്ന സാധനമൊക്കെ ഗൂഗിൾ ഫോം, ഇപ്പൊ ടീച്ചർ ഗൂഗിൾ ടീം വർക്ക്, പിന്നെ ടീം ബിൽഡിംഗ് ഡേയ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഡിജിറ്റലായിട്ട് ഇതെല്ലാം ദൂരെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന സാധനങ്ങൾ. ഡിജിറ്റൽ കൊളാബറേഷൻ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? Looking at the role of teachers as pedagogues, an expert teacher linking to the expert outside of the classroom. ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ ചെയ്യുക. അതാണ് ഇത് പരസ്യം വരുന്നതാണ് ലിങ്ക്ഡിനകത്തൊക്കെ. ആർ യു എ K2 ടീച്ചർ? K2 ആണെങ്കിൽ നമ്മുടെ ഇനി നിങ്ങളുടെ KG അല്ല വരുന്നത് കേട്ടോ, K2 ആണ്. എന്നുവെച്ചാൽ 5 വർഷം KGയും ആണ്. എന്നുവെച്ചാൽ 5 വർഷം ഏതാണ്? 3 വർഷം KG, 2 വർഷം 1 2. 5 വർഷമാണ് പ്രാഥമിക വിദ്യാഭ്യാസം. അങ്ങനെയാണ് പുതിയ പോളിസി വരുന്നത്, എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. എന്നുവെച്ചാൽ പ്രീ KG, LKG, UKG ആൻഡ് ക്ലാസ് 1 and 2 5 വർഷത്തേക്കാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. ആ ട്രെയിനിങ് എനിക്ക് തോന്നുന്നു അമിന മിസ് അതുകൂടെ ചേർത്ത് ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അംഗീകാരം വരെ കിട്ടും. നല്ല പോലെ എല്ലാം കൊളാബ് ചെയ്യണം. തീർച്ചയായിട്ടും കിട്ടും. എന്തോ 4 ഇയർ അല്ലേ വരുന്നുള്ളൂ. പ്രീ KG, LKG, UKG 1 and 2. First and 1 and 2. Okay. 0 to 8 years. Yes. ECCE, Early Childhood Care Education. അതിന്റെ സിലബസ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ. എന്നുവെച്ചാൽ 1ാം ക്ലാസ് മുതലെന്നല്ല 2 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി. പഠിപ്പിക്കാന്ന് വെച്ചാൽ പഠിപ്പിക്കലല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ് നമ്മൾ വീട്ടിൽ തന്നെ, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞാൽ എളുപ്പം ഞാൻ പറയാം. ഇപ്പൊ ഞാനൊരു പറഞ്ഞ മോള് ശല്യപ്പെട്ടു, മോടെ കൂടിരുന്ന് കാർട്ടൂൺ കാണുക, മോടെ കൂടിരുന്ന് കളിക്കുക, അതില്ലേ. അപ്പൊ നമ്മൾ we are so making much care what are the sentence, what are the word we are using. അതിനെപ്പറ്റി നമുക്ക് നല്ല ബോധം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ പറയുന്ന സിസ്റ്റം തന്നെയാണ് സ്കൂളിൽ ചെയ്യാൻ പോകുന്നത്. അല്ല സ്കൂളിൽ ചെല്ലുമ്പോൾ വേറെ അങ്ങനെ വരുന്നില്ല നമുക്ക്. എവരിവെയർ വി ആർ ഓൾസോ, ബിക്കോസ്
The students are learning 90% from outside. Am I right or agree ചെയ്യുന്ന എന്നോട്? നിങ്ങൾ പഠിപ്പിക്കുന്നതല്ല, അത് കോളേജായാലും സ്കൂളായാലും 90% അവരുടെ അറിവ് വെളിയിൽ നിന്നാണ്. പക്ഷെ അവിടെ നിയന്ത്രണം ഇല്ല. സത്യമാണോ? അവിടെ നിയന്ത്രണം. ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴാണ്? 7 വയസ്സിന് മുന്നെയാണ്. അവിടെ നിയന്ത്രണമില്ല, ആർക്കും പഠിപ്പിക്കും. നമ്മൾ സ്കൂളിലേക്ക് കേട്ടിട്ടില്ലേ, ആ 1ാം ക്ലാസ്സിൽ പഠിക്കാം, അത് ആരെയും ഒന്ന് വിളിച്ചു. എന്താണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട സ്ഥലമാണിത്. അത് മതി ഒരു 10ാം ക്ലാസ് ഇതൊക്കെ മതി. കൊച്ചാ നീ പഠിച്ചതാണ്, ടീച്ചേഴ്സിന് ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ TTC കഴിഞ്ഞാ, ഓ കയറിയിരുന്നു. പ്രീ TTC കഴിഞ്ഞാ, ഓ കയറിയിരുന്നു. ഒരു ഗുണവുമില്ല. സംഗതി ഗുണമിരിക്കുന്ന ഇതിനകത്ത് ആ പറയുന്ന ടീച്ചറിനെ അതിനെ ഉൾക്കൊള്ളാനും അതിനെ വികസിപ്പിക്കാനും കൊണ്ടുപോകണം. ഇപ്പൊ നമ്മൾ മാറ്റുവാണ് 4 വർഷത്തെ ടീച്ചർ എഡ്യൂക്കേഷൻ, 3 വർഷത്തെ B.Ed പ്രത്യേകം കോഴ്സ് ഉണ്ട്. അതുള്ളവർക്ക് പ്രീ പ്രൈമറി പഠിപ്പിക്കാൻ പറ്റും. അത് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധി കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണ്. ഞാൻ ആ ബ്രെയിൻ കാണിച്ചില്ലേ, അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു ഡെവലപ്മെന്റ് ആയിക്കഴിഞ്ഞു. സംസാരിക്കാൻ കഴിവും കൊണ്ടാണ് വരുന്നത്, അല്ലെ ഇങ്ങോട്ട് വന്നല്ല തുടങ്ങുന്നത്. കേൾക്കാനും ഒക്കെ കഴിവും കൊണ്ടാണ് വരുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ നമ്മൾ തെറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി, കുട്ടികളും ശരിയാകും. അപ്പോൾ അവിടെ തുടങ്ങണം നമ്മൾ യഥാർത്ഥം. അവിടെയാണ് കൊളാബറേഷൻ. നമുക്ക് കൊളാബറേഷൻ പറഞ്ഞാൽ അവിടെ ഇവിടെ നമ്മൾ ഈ ഐഡിയ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ ചേരണം. ഈ ഗ്രൂപ്പിൽ ചേർന്ന് അവരുടെ ഐഡിയാസ് കളക്ട് ചെയ്യണം. അതാണ് അതാണ് ഡിജിറ്റൽ കൊളാബറേഷൻ. ഞാൻ എനിക്ക് 10,000-ഓളം മെമ്പേഴ്സ് ആവുള്ളൂ ഓരോ ഗ്രൂപ്പിൽ. അതുകൊണ്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി വേൾഡ് ഔട്ട്സൈഡ് ദി സെയിം മിനിറ്റ് ഇറ്റ്സ് കം ടു മീ ആൾസോ. ഇറ്റ് ഈസ് ഓൾസോ നെസസറി. തന്നെ കൊളാബറേറ്റീവ് ബിഹേവിയർ. എങ്ങനെയാണ് നിങ്ങൾ കൊളാബറേറ്റീവ് ബിഹേവിയർ കാണിക്കേണ്ടത്? അതാണ് ഓപ്പൺ മൈൻഡഡ് ആകണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലപോലെ വേണം, ഓർഗനൈസ് ചെയ്യാൻ കഴിവ് വേണം, ലോങ് ടേം തിങ്കിങ് വേണം, അഡാപ്റ്റബിലിറ്റി വേണം, ഡിബേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൊളാബറേറ്റീവ് ബിഹേവിയറിലേക്ക് കൊണ്ടുവരുന്നത്. കൊളാബറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി സെൽഫ് അസസ്മെന്റ്. ഇത്രയാണ് നിങ്ങൾക്ക് കൊളാബറേറ്റീവ് കഴിവുണ്ടോ നിങ്ങൾ അളക്കുന്നതായി. സ്ക്രീൻഷോട്ട് എടുത്തോ? ഇന്ന് 2 കാര്യങ്ങളാണ് പഠിച്ചത്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. എടുത്തല്ല സ്ക്രീൻഷോട്ട്? ഒരാൾ എടുത്തിട്ട് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഇന്നത്തെ പരിപാടി ഇവിടെ തീരുന്നു. നമുക്ക് ഡിസ്കഷൻ. പറ, 2 കാര്യങ്ങൾ ഇന്ന് പഠിച്ചോളൂ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. എളുപ്പമാട്ടെ. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആകാം, നിങ്ങളുടെ സംശയങ്ങളാകാം. മാക്സിമം 10 മിനിറ്റ്, 4 മണിക്ക് കുറെ ക്ലാസ് ഉണ്ട്. ഉപയോഗിച്ചോളൂ, സമയം നല്ലപോലെ ഉപയോഗിക്കും. ഇതുവരെ സംസാരിക്കാത്തവരൊക്കെ ഈ സംസാരിക്കുന്ന ഒരു സാധനം ദൈവം തന്നിട്ടുണ്ടെന്ന് ഓർക്കുക. വല്ലവർക്കും ഉണ്ടോ സംസാരിക്കുന്ന സാധനം കയ്യിലുണ്ടോ? അല്ല, ഇങ്ങോട്ട് കാണുന്നില്ലെന്ന്. എന്ത് നല്ല മര്യാദയുള്ള ടീച്ചേഴ്സ്, പാവത്തുങ്ങളല്ലത്, നല്ല അച്ചടക്കമൊക്കെയുള്ള ടീച്ചേഴ്സ്. കമോൺ സ്റ്റുഡൻസ്, മലയാളത്തിൽ പറഞ്ഞോളൂ. നമ്മളിപ്പോ ഈ മോണ്ടിസോറി മെത്തേഡില് ഇപ്പൊ 3 മുതൽ 6 വരെയാണ് ഇപ്പൊ ഏജ് ക്ലാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ക്ലാസ് എടുക്കുമ്പോ ഈ ഓരോതും വ്യത്യസ്തമായ ഏജുകളാണല്ലോ. അപ്പൊ എല്ലാവർക്കും അതേപോലെ നമ്മള് ക്ലാസ് എടുക്കുമ്പോ മനസ്സിലാവണം എന്നില്ലല്ലോ. അപ്പൊ എന്താ കൂടുതൽ അതിനാണ് നിങ്ങൾ ഈ പറയുന്ന രാവിലത്തെ മോർണിംഗ് ഇൻ ദ സർക്കിൾ ടൈം. വലുതും ചെറുതും എല്ലാവരും ഇല്ലേ, അവിടെ നിന്ന് പറഞ്ഞു കിട്ടും. കുട്ടികൾ എങ്ങനെയാ പഠിക്കുന്നത് അത് പറഞ്ഞു കേട്ടു പഠിക്കുക. ആണോ? കേട്ടാ പഠിക്കുന്നത്. ഇപ്പം പിന്നെ മജിദ പറഞ്ഞ എന്താണ്, കാർട്ടൂൺ കാണുന്നു. ആരെ പഠിപ്പിച്ചത്? അതിനകത്ത് പറയുന്നത് എന്താണെന്നാലും പറഞ്ഞു കൊടുത്തോ? നിങ്ങൾ അർത്ഥം പറഞ്ഞു കൊടുത്തോ? മജിദ എന്താ പറഞ്ഞു കൊടുത്തോ? അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു മജിദ. എന്റെ മോന് ഇപ്പൊ 3 വയസ്സായിട്ടുള്ളൂ. അവ ആദ്യമൊക്കെ ഫോണാണ് കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബ്, ഡോറ, പിന്നെ അതേപോലെ സൂപ്പർമാൻ എന്തൊക്കെയാ കണ്ടിരുന്നത്. ഇപ്പൊ ഞാനത് മാറ്റിച്ചു. കാരണം ഇപ്പൊ കിഡ്സ് ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നെറ്റ് ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് ഓപ്പൺ ആക്കി കൊടുക്കും. അപ്പൊ അതില് ചിത്രങ്ങൾ വരയ്ക്കുക,
അതേപോലെ ABCD ഒക്കെ അവൻ തന്നെ തൊടുമ്പോ അതങ്ങനെ ഇതാവും, ലൗഡിൽ ഇങ്ങനെ വരുമ്പോ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അവ ഇപ്പൊ കൂടുതൽ അങ്ങനെ യൂട്യൂബ് ചോദിക്കാറില്ല, കൂടുതൽ ഇപ്പൊ ഈ ആപ്പ് വെച്ചിട്ടാണ് വെരി ഗുഡ്. അതൊരു നല്ല മതിയാണ്. അതിനകത്ത് പിന്നെ പ്രവീണ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, വീട്ടിലിരിക്കുന്ന TV ആൻഡ്രോയിഡ് TV ആണോ? അല്ലല്ല, സാധാ TV. അതാണെങ്കിൽ നമ്മൾ മൊബൈലിൽ നിന്നൊന്നും മാറ്റണം, കാരണം അത് ചെറിയ സ്ക്രീനാണ്. അങ്ങനെ നമുക്കൊരു ഭീഷണി അവിടെ കിടപ്പുണ്ട്, നമ്മളത് മനസ്സിലാക്കി വേണം എല്ലാവരും പോകാൻ. മൊബൈൽ ഒരു ഭീഷണിയാണ് നിങ്ങളുടെ കണ്ണിന്. ഇനി ഗ്ലെയർ എന്തായാലും ഉണ്ടാവും. ഇനി OLED വന്നു കഴിഞ്ഞു. OLED എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ലിക്വിഡ് എമേഴ്സൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന സ്ക്രീൻ. അത് പേപ്പർ വായിക്കുന്നവർ വായിക്കാം, ഗ്ലെയർ ഇല്ല. അത് വന്നാൽ നമ്മൾ രക്ഷപ്പെടാം. ഇപ്പൊ 2 ലക്ഷം രൂപയാണ്, അത് മാറും. അത് 2000 രൂപയ്ക്ക് കുറയും. ഞാൻ എല്ലാവരും വരുമ്പോൾ അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ഒരു ഭീഷണി ഉണ്ട്. പ്രവീണയുടെ ആ സംഭവം വളരെ നന്നായിരിക്കുന്നു, മുന്നോട്ട് പോകും. പിന്നെ വേറെ ഡിസ്കഷൻ? ഞാൻ മാജിദ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്റെ മോനും കാർട്ടൂൺ ഇങ്ങനെ ഇംഗ്ലീഷ് കണ്ടിട്ട് അവന് ഇംപ്രൂവ് ചെയ്തു, ഒരുപാട് ഇംപ്രൂവ് ചെയ്തു. പക്ഷെ അതിന്റെ ഒരു വലിയൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ഓൾവേസ് അഡിക്റ്റഡ്. അതിന് അഡിക്റ്റ് ആയി. മൊബൈലാണോ അത്? മൊബൈൽ അല്ല, ലാപ്പില്, കമ്പ്യൂട്ടറില്. അഡിക്റ്റ് ആകാതിരിക്കാൻ ഒരു വഴിയുണ്ട്. അതെ, കൂടെ തന്നെ ഇരിക്കലാണ്. ഇരുന്ന് ഓരോന്ന് കരിയർ ചെയ്യേണ്ട. അത് ഞാനത് എളുപ്പം കയറി പറയാൻ കാരണം അതിനകത്ത് ചെയ്തുകൊണ്ട് അതിനെ അടുത്ത ക്ലാസ്സിനകത്ത് പറയാം. ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾ ചെയ്യണം. ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നിങ്ങളെ അത് മാറ്റി. അത് ഞാൻ പറഞ്ഞ ചെറിയ മെത്തേഡാണ്. കാരണം അതിനകത്ത് കയറി ഇന്റർപ്രറ്റ് ചെയ്യണം, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കണം, അവരോട് അതിന്റെ അഭിപ്രായങ്ങൾ കൂടി എടുക്കണം. അത് ഞാൻ കറക്റ്റായിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ. എന്നോടൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അത് തനിയതിനകത്ത് വരുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയാം. കാരണം ഒരുപാട് പേരൻസിനുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഫോണൊക്കെ മാറ്റി കഴിഞ്ഞ ഭയങ്കര വാശിയൊക്കെയാണ്. അതൊക്കെ ഉണ്ട്, അതൊക്കെ മാറും. അത് ഞാൻ പറഞ്ഞത് പതുക്കെ പറഞ്ഞാണത്. സൈഡ് എഫക്ട്സ് കൂടുതലാണ്, വാശിയുണ്ട്. ഖദീജ പറയുന്ന സ്വഭാവമല്ല, അഡിക്റ്റ് എന്ന് പറയുന്ന സ്വഭാവമുണ്ട്. അത് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ ഒരാഴ്ച കൊടുക്കുന്നത് അതിന് നമ്മൾ ലിമിറ്റ് ചെയ്യണം. അതിനാണ് ഞാൻ പറയുന്നത്, ട്രസ്റ്റ് ഉണ്ടാക്കണം കുഞ്ഞിന്. അമ്മ കുഞ്ഞിന് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അമ്മ വിശ്വാസമായ രീതിയിൽ വരണം. എക്സാം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചു. അപ്പൊ എക്സാമിനേഷൻ പ്രാധാന്യം ഇത് എക്സാം അല്ല, ഇതിനകത്ത് എക്സാം കൊണ്ടുവരാലോ നമുക്ക് വേണം. അതിന് ഖദീജ ജോയിൻ ചെയ്യണം. ആ കാർട്ടൂൺ മനസ്സിലാക്കിയിട്ട് അതുപോലെ കാർട്ടൂൺ ചെയ്യാൻ മോനെ കൊണ്ട് പ്രേരിപ്പിക്കുകയും അവൻ അതിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാറുള്ളൂ. ആയിക്കോട്ടെ, അപ്പൊ അതിനകത്ത് ഇപ്പൊ പഠിക്കാനുള്ള സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അതെ, പക്ഷെ അതൊന്നും ഇഷ്ടാവില്ല. അല്ല, അവനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ചിട്ട് അവനെ തന്നെ കേൾപ്പിക്കാം. അതെ, അത് ചെയ്യാൻ പറ്റും. ആര് പറഞ്ഞു? എന്ത് ഉപകരണം നമുക്ക് കിട്ടാത്ത, എന്ത് സോഫ്റ്റ്വെയർ ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടാത്ത? എഡിറ്റ് ചെയ്യാനൊക്കെ അവനെ പഠിപ്പിക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ഒരു ബുദ്ധിമുട്ടില്ല, ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ വൃത്തിയായിട്ട് അവർ ചെയ്യും. പക്ഷെ ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. ഞാനിത് പറഞ്ഞെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ചെയ്യാവുള്ളൂ. പിന്നെ എനിക്ക് പേടിയായി, അവന് ആ കാർട്ടൂൺ മാത്രം ഫുൾ ഇംഗ്ലീഷേ പറയത്തുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് പേടിയായി, അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ അതിന് സ്റ്റോപ്പ് ചെയ്യാൻ. ഒറ്റയ്ക്ക് സംസാരിക്കുക മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായി തീരും. അതിനാണ് ഞാൻ പറയുന്നത്, parents should include there, and parents should also criticize it and interfere and ask questions and help it to create that. ആ ക്രിയേറ്റിവിറ്റി ഒന്നുണ്ടാക്കി. വേറെ ആരാണ്? ഈ കമ്പ്യൂട്ടർ ആയാലും മൊബൈൽ ആയാലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ പവർ കുറയില്ലേ? കുറയല്ലോ. അപ്പോ അത് യൂസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ശരിയല്ലെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുവാണ്. ചെറിയ കുട്ടികൾ, ഇപ്പൊ സാർ പറഞ്ഞു മോണ്ടിസോറി കുട്ടികളായാലും 3 മുതൽ 6 വരെ ഏജുള്ള കുട്ടികളായാലും ആ ടൈമിൽ നമ്മളെ മെന്റൽ പവർ ഒക്കെ കൂടി വരുന്ന ടൈമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ സമയത്ത് മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വെളിയിലുള്ള കളികളുടെ വീഡിയോ കൊടുക്കുക. അത് വെളിയിൽ അവരെ ആക്ട് ചെയ്യാനുള്ള, അവരെ പ്രേരിപ്പിക്കാൻ പറ്റുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് സെലക്ട് ചെയ്യും. ഒന്ന് നമ്മൾ ഏറ്റവും മനസ്സിലാക്കും, നമ്മുടെ ഡിജിറ്റൽ അക്കൗണ്ട് പ്രശ്നത്തിന്റെ പ്രശ്നം പ്ലെന്റിയാണ് മെറ്റീരിയൽസ്. ശരി ഏത് തെറ്റേതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസം. അവിടെയാണ് നമ്മൾ മെനക്കെട്ടിരുന്നത്. ഞാനിപ്പോ നിങ്ങളെ കാണിച്ച വീഡിയോ ആവശ്യമുള്ളത് മാത്രമല്ലേ?
എന്ന് പറയുന്ന പോലെ നമ്മളെ അച്ഛനും അമ്മയും ശ്രദ്ധിച്ചില്ലെങ്കിൽ, ടീച്ചർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വലിയ പ്രശ്നമായി തീരുവാണ് ഡിജിറ്റൽ ഏജ് എന്ന് പക്ഷെ പറയുന്നത്. ഇത് ഈ മൊബൈലൊക്കെ കാണുന്ന സമയത്ത് അതിൽ കാണുന്ന കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനാണ് പറയുന്നത്. അതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ശരിയാണ്, അതൊക്കെ നമ്മളിനി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് അതൊന്നും ബുദ്ധിമുട്ടില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾ അതിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അല്ലാതെ തൽക്കാലം ഒരു പുതിയ 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 സാധനം, പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഭാഗമാകുകയും. ഇപ്പൊ നമുക്കതിനൊരു വഴിയില്ലല്ലോ സർ. വഴിയൊക്കെ അല്ല, കാരണം ഇപ്പൊ ഓൺലൈൻ ആയിട്ടുണ്ടല്ലോ. മുമ്പ് നമ്മൾ ആക്ച്വലി മോണ്ടിസോറി ഫിലോസഫി പ്രകാരം നമ്മള് ക്ലാസ് റൂമിൽ പോലും ഡിജിറ്റൽ പാടില്ല എന്നായിരുന്നു. നമ്മള് TV അതുപോലെ കമ്പ്യൂട്ടർ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഏതാ, നമ്മുടെ ഏജിന്റെ ഫിലോസഫിയല്ലേ ഉള്ളൂ. നമുക്ക് നാളത്തെ പറയാൻ പറ്റുമോ? മോണ്ടിസോറി, മറിയ മോണ്ടിസോറി, ബാക്കിയുള്ളവരെല്ലാം അന്നത്തെ ഏജാണ്. ഇന്ന് മാറി, ഡിജിറ്റൽ ഏജ് ആയി. ഒരുപാട് വ്യത്യാസം. പിന്നെ ഒരുപാട് പഠിക്കണം. അതെ, ഇപ്പൊ സ്കൂളുകൾ പോലും ആക്ടിവിറ്റീസ്, അതെ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക്. ഇപ്പൊ നേരത്തെ രമണി മിസ്സിന്റെ വീഡിയോ അല്ലേ സാറ് കാണിച്ചത്? നമ്മുടെ MES ഉണ്ടായിരുന്ന രമണി മിസ് ആയിരുന്നു അതല്ലേ? അതെ. അപ്പം പിന്നെ മോണ്ടിസോറി ഇപ്പൊ സ്കൂളുകളിലെ ആക്ടിവിറ്റീസ് സെൻഡ് ചെയ്ത് കൊടുക്കണം കുട്ടികൾക്ക് തോന്നുന്നു. അപ്പൊ അത്രയും അങ്ങനെ ആയിട്ടുണ്ടെന്ന് പറയാം ഒരു ചേഞ്ചസ്. നമ്മൾ അത് മാത്രം അത് ആക്ടിവിറ്റീസ് ചെയ്യാം. പിന്നെ നമുക്ക് വേറെ കാര്യം ചെയ്യണം. നിങ്ങൾ ഇപ്പൊ ഇലക്ട്രോണിക് ഒരുപാട്, ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഇലക്ട്രോണിക് ഒരുപാട് കിട്ടും. ചെറിയ ചെറിയ ജീവികളെ കിട്ടും, അത് ചലിക്കുന്നത്. ഈ ജീവികളെ വെച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. അത് കുറച്ച് സമയം എടുക്കും. ഞാനത് കറക്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. പോസിബിലിറ്റീസ് ആർ ദെയർ. എനിക്കത് ഇപ്പൊ ഒറ്റയടിച്ച് പറയാൻ പറ്റും. പക്ഷെ spend some time to learn it first. Never blindly go through with anything else. Blind ആയിട്ട് ആരെയും എടുക്കാതിരിക്കുക, അതാണ് ആദ്യം വേണ്ടത്. പുതിയ പുതിയ മെത്തഡോളജീസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അല്ലേ? നമ്മൾ പരീക്ഷിക്കണം. സാറിന് ലേറ്റ് ടൈം ആയല്ലോ. ടൈം ആയി. എന്തെങ്കിലും ചോദിക്കാണ്ടോ സർ? ഞാൻ ഷംല, എനിക്ക് ടിൻസ് ആണ്. പക്ഷെ അവര് എപ്പോഴും പ്രസ് ചെയ്താൽ മാത്രമേ അവര് പുസ്തകം തുറക്കുള്ളൂ. ഇപ്പൊ എഡാപ്റ്റിലൊക്കെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് പറയാതെ അവരെ ഇഷ്ടത്തിന് 2 ആൺകുട്ടികളാണ്, 13 വയസ്സായി, 7th-ലാണ്. പക്ഷെ അവര് പ്രസ് ചെയ്യാതെ ഇതുവരെ അവരെ ഇഷ്ടത്തിന് അവര് ഫോൺ തുറന്നിട്ടോ. അവര് PUBG, ഫ്രീ ഫയറിനൊക്കെ ഭയങ്കര അഡിക്റ്റ്. അതിനൊക്കെ അവരെ ഇഷ്ടത്തിനുണ്ടായി. പക്ഷെ പഠിക്കുന്ന കാര്യത്തിന് നമ്മൾ പ്രസ് ചെയ്താൽ മാത്രം കുട്ടികളെ സ്പൂണിലാക്കി കൊടുക്കണ പോലെ ഞാനിങ്ങനെ പറയുമ്പോ മാത്രം പഠിക്കുക. എക്സാം ആയാലും ടെൻഷനോ കാര്യമൊന്നും കുട്ടികൾക്ക് ഇതുവരെ വന്നിട്ടില്ല. 13 വയസ്സായി. പറയുന്ന ടീച്ചറിന് തന്നെ എക്സാം എന്ന് പറയുന്ന സാധനം വലുതായിട്ടാണ് കാണുന്നത്. അതാണ് കുഴപ്പം. നിങ്ങളത് മാറണം. അതിനൊരു കാര്യം ചെയ്യാം. അങ്ങനെ വലിയ പ്രശ്നമാണെങ്കിൽ ഒരു ദിവസം തന്നെ സമയം കിട്ടിയിട്ട് അമ്മയും മക്കളും അച്ഛനും എല്ലാവരും ഇരിക്കുക. ഞാനത് പറഞ്ഞുതരാം. കാരണം അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു ചോദ്യം yes or no പറയാൻ പറ്റുന്ന സാധനമല്ല. കാരണം ഇതൊരു ജീവിതമാണ്, കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. അത് ഇരിക്കുമ്പോൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മിനിമം 4 ദിവസമെങ്കിലും മെനക്കെടാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാവില്ല. എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ഒരു പനി വന്നാൽ നമ്മൾ 4 പ്രാവശ്യം ഡോക്ടറെ കാണാൻ കഴിഞ്ഞാൽ കാണും. പക്ഷെ ഒരു കൗൺസിലർ എടുക്കാൻ 4 പ്രാവശ്യം കഴിഞ്ഞില്ലേ ഞാൻ അറിയാം. ഓക്കെ, ഗോവറ്റ്. കാരണം ഇത് മാറണം. നമ്മളൊരു ബിലീവ് സിസ്റ്റത്തിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കുക പറഞ്ഞ കൊച്ചുകളിയല്ലത്. ഇപ്പൊ ഞാൻ പറയാണ്, പിന്നെ മിസ്സനോട് ചോദിച്ചോളൂ, ഞാൻ പറയാണ്, പറ 4 മണിയായി, ഓക്കെ. മിസ്സനോട് ചോദിച്ചോളൂ, ഞാൻ പറയാണ്, നാളെ ഇതങ്ങ് ചെയ്യും. അത് ചെയ്ത് നോക്കി, നടന്നില്ല. പിന്നെ സാർ ഇങ്ങനെയൊക്കെ പറയും. അതല്ല നമ്മൾ അതിനെ വ്യക്തമായി അനലൈസ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കലാണ് കൗൺസിലിംഗ്. അല്ലെ അതുകൊണ്ട് ഫലമൊന്നുമില്ല. അതല്ല, അവരെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടെന്നോ വീഡിയോ അപ്ലോഡ് ചെയ്തിക്കണമെന്നോ അത് കാണണമെന്നോ ആ കുട്ടികൾക്ക് ഇതുവരെ അങ്ങനെ അവരെ മനസ്സിൽ നിന്ന് വരുന്നില്ല. നമ്മൾ പ്രസ് ചെയ്താൽ മാത്രം, നല്ല കോഴ്സ് എടുത്ത് പ്രസ് ചെയ്താൽ മാത്രം അവർക്ക് പഠിക്കാൻ. ഒരാൾക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ മറ്റാള് കുറച്ച് വീക്കാണ്. പക്ഷെ അവന് ഭയങ്കര വാശിയാണ്. നമ്മൾ അവർക്ക് രീതിയിൽ പഠിപ്പിക്കാൻ പഠിക്കണം. അത് ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ് കൊണ്ട് പഠിപ്പിച്ചാൽ കുഴപ്പമില്ല. നമുക്കൊന്നേ അറിയാവുള്ളൂ, ടീച്ചേഴ്സ് അറിയാവുള്ളൂ, പേരൻസ് അറിയാവുള്ളൂ. എല്ലാം പരീക്ഷയിൽ പഠിപ്പിക്കുന്നു. എന്തായാലും ഭാഗ്യത്തിന് പരീക്ഷ സമ്പ്രദായത്തിന് മാറ്റം വരും. കഴിവിനാണ് പ്രധാനം. അത് വരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം പ്രശ്നമാണ്. പിന്നെ ഒരു കൗൺസിലിംഗ് ടീച്ചർ ആണെങ്കിൽ നമ്മൾ സമയമെടുത്ത് പറഞ്ഞുതരാണെങ്കിൽ ഞാൻ തയ്യാറാണ്, അതിന് തയ്യാറായി വരിക. കാരണം ഇത് ഇപ്പൊ ഒരു ഉത്തരം പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ടീച്ചറുടെ കൂടി ഇരിക്കുക, പഠിക്കുക, അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അതൊരു ഉത്തരമല്ല. പല പ്രാവശ്യം ചെയ്ത് നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് അതിന് ആവശ്യമായ പരിഹാരം നിർദ്ദേശിക്കുന്നത്. ഓക്കെ.
സർ യെസ് യെസ്. ഇപ്പോ ഷംല പറഞ്ഞത് ഇപ്പോ കുട്ടികളെ ഡ്രസ് പഠിപ്പിക്കുന്നത് അവർക്ക് നമ്മള് പഠിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കണം, പഠിക്കുന്നു പറഞ്ഞു. പക്ഷെ എന്റെ 2 മക്കളെ ഞാൻ ഇതുവരെ ഇപ്പൊ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവർക്ക് ഇതുവരെ അവരെ കൂടെ ഞാൻ ഇരുന്ന് പഠിപ്പിക്കാറില്ല. അവര് എക്സാം ആയാലൊക്കെ ടീച്ചറിനെ എനിക്ക് അതിന് മുമ്പ് ഒരു കാര്യം, എന്താണ് പഠിപ്പിക്കൽ എന്ന് എന്താണെന്ന് ആദ്യം അറിയണം. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. അവര് സ്വയം പഠിക്കാണ്. അതാന്നല്ല, അവര് സ്വയം പഠിക്കണം. സ്വയം പഠിക്കുക നമ്മൾ കമ്മ്യൂണിക്കേഷൻ പേരൻസ് അവരെ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു വേ ഞാൻ യൂസ് ചെയ്യാറില്ല. അവര് സ്വയം പഠിക്കാണ് ഒക്കെ. എനിക്ക് അത്ര അവരെ പഠിപ്പിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്ക് വരാറില്ല. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നേരത്തെ പറയാ ടീച്ചർ കേട്ടോ. തൽക്കാലം ഇങ്ങനെ പോട്ടെ. അഭിപ്രായങ്ങളെല്ലാം സാറിന് ഒരുപാട് ടൈം ആയിട്ടുണ്ട് ആക്ച്വലി. സാറ്